ഹായ് ആൾ, നമസ്കാരം. NB ബയോളജി ക്ലാസ്സസിന്റെ മറ്റൊരു പുതിയ വീഡിയോ ലെസണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോ ലെസണിൽ +1 കുട്ടികൾ ഉദ്ദേശിച്ചിട്ട് ഉണ്ടാക്കിയ വീഡിയോ ആണ്. +1-ലെ ഒന്നാമത്തെ ചാപ്റ്ററായ ലിവിംഗ് വേൾഡ് എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്റർ, ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് നമ്മൾ ഈ വീഡിയോ ലെസണിൽ ഡിസ്കസ് ചെയ്യുന്നത്. വളരെയധികം എളുപ്പമുള്ള ചാപ്റ്റർ ആണ് ലിവിംഗ് വേൾഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ചാപ്റ്റർ സാധാരണ എല്ലാ ആനുവൽ എക്സാമിനേഷനും, എല്ലാ വാർഷിക പരീക്ഷകളിലും മാർച്ച് മാസങ്ങളിൽ സാധാരണയായി നടന്നുവരുന്ന മാർച്ച് മാസത്തിൽ നടത്തിരുന്ന ആനുവൽ എക്സാമുകളിൽ 1 മാർക്കിന് ചോദിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് ഏതെന്ന് പറയുന്നത് ലിവിംഗ് വേൾഡ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു NB ബയോളജി ക്ലാസ്സസിന്റെ ആദ്യത്തെ എപ്പിസോഡിലേക്ക്. എപ്പിസോഡ് നമ്പർ 1, ചാപ്റ്റർ നമ്പർ 1, +1 സുവോളജി, ലിവിംഗ് വേൾഡ്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ഏതാണ്? ലിവിംഗ് വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു 1 മാർക്കിനാണ് ഈ ചാപ്റ്ററിന് വരിക, പക്ഷെ ഓരോ മാർക്കും വളരെയധികം വിലപ്പെട്ടതാണ്. ഓക്കെ, അപ്പൊ ഈ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചെറിയ കാര്യമാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ലിവിംഗ് ഓർഗാനിസം, അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ഓഫ് എ ലിവിംഗ് ഓർഗാനിസം. ജീവനുള്ള ജീവിയുടെ പ്രത്യേകതകൾ എന്താണ്, അതൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ടെൻഷനൊന്നും വേണ്ട, ഫ്രീ ആയിട്ട് റിലാക്സ് ചെയ്തിട്ട് ക്ലാസ്സുകൾ കേൾക്കുക. ഭയങ്കര എളുപ്പമാണ്. ആദ്യത്തെ എപ്പിസോഡ് വളരെ കുറഞ്ഞ കാര്യമാണ് ഡിസ്കസ് ചെയ്യുക. ജീവനുള്ള ജീവികളുടെ പ്രത്യേകത എന്തൊക്കെയാണ് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പൊ നമ്മൾ ആദ്യം ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ലൈഫ്, ജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി. അപ്പൊ ഡെഫിനിഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്താണ് ജീവൻ എന്നൊന്നും എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഒന്നുമില്ല, എന്നാലും കേൾക്കുക. വാട്ട് ഈസ് ലൈഫ്? Life is the property that distinguish living object from non-living object. Non-living object എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം? ജീവനില്ലാത്ത വസ്തുക്കൾ. ലിവിംഗ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ജീവനുള്ള വസ്തുക്കൾ. അപ്പൊ ജീവനുള്ള വസ്തുക്കളെ അല്ലെങ്കിൽ ജീവനില്ലാത്ത വസ്തുക്കളിൽ നിന്നും തരംതിരിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഏത് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്? ലൈഫ് എന്ന് പറയുന്നത്. അല്ലെ, ഒരു കല്ലിനോട് നമുക്ക് വർത്തമാനം പറയാൻ കഴിയുമോ, സംസാരിക്കാൻ കഴിയും? ഇല്ല. ഒരു കസേരയോട് നമുക്ക് സംസാരിക്കാൻ കഴിയുമോ? ഇല്ല. അപ്പൊ നമുക്ക് മനസ്സിലായി എന്ത്? ആ കസേരക്ക് ജീവനില്ല. ടിവിയോട് നമുക്ക് സംസാരിക്കാൻ കഴിയുമോ? ടി വി റിപ്ലൈ തരുമോ? ഇല്ല. ടിവിക്ക് ബോധമുണ്ടോ? ഇല്ല. അപ്പൊ TV, കസേര, പിന്നെ കല്ലുകൾ, അതൊക്കെ ഏതിൽ വരുന്നതാണ് മക്കളെ? നോൺ ലിവിംഗ് ഓബ്ജക്ട്. നമുക്ക് എങ്ങനെ മനസ്സിലായി അതിന് ജീവനില്ല എന്നുള്ളത്? അപ്പൊ നമ്മൾ ഏത് ഉപയോഗിച്ചു? ലൈഫ് എന്ന് പറയുന്നത്. സോ ലൈഫ് ഈസ് ദ property that distinguish living object from non-living object. Non-living objectനെ ലിവിംഗ് ഓബ്ജക്റ്റിൽ നിന്നും തരംതിരിക്കുന്ന സാധനമാണ് ഏതെന്ന് പറയുന്നത്? ലൈഫ് എന്ന് പറയുന്നത്. നമ്മൾ ഓരോ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. അപ്പൊ ആദ്യത്തെ എപ്പിസോഡാണ് ഇത്. ഈ എപ്പിസോഡിന്റെ പ്രത്യേകത എന്താണ്? കുറഞ്ഞ കാര്യം ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? ആദ്യത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലിവിംഗ് ബീങ്സ്. ജീവനുള്ള ജീവിയുടെ പ്രത്യേകതകൾ എന്താ? ഏകദേശം 5 ക്യാരക്ടേഴ്സ് ഞാൻ എഴുതിയിട്ടുണ്ട്. 1, ഗ്രോത്ത്, ജീവനുള്ള ജീവികൾ വളരുന്നു. 2, റീപ്രൊഡക്ഷൻ, ജീവനുള്ള ജീവികൾ പ്രത്യുൽപാദനം നടത്തുന്നു. 3, മെറ്റബോളിസം, ജീവനുള്ള ജീവി. എന്താ ഈ മെറ്റബോളിസം എന്ന് പറയും? മലയാളത്തിൽ പറയും ഉപാപചയ പ്രവർത്തനങ്ങൾ എന്ന് പറയും. 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടോ? Chemical reactions taking place in a living organism is called metabolism. ഒരു ജീവനുള്ള ജീവിയിൽ നടക്കുന്ന രാസപ്രക്രിയകളെ മൊത്തം വിളിക്കുന്ന പേരാണ് എന്ത്? മെറ്റബോളിസം. അപ്പൊ ജീവനുള്ള ജീവിൽ രാസപ്രക്രിയകൾ നടക്കുന്നുണ്ട്. ജീവനുള്ള ജീവികളൊക്കെ സെല്ലുകൾ ചേർന്ന് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. സെല്ലുലാർ ഓർഗനൈസേഷൻ. കോൺഷ്യസ്നസ്, ബോധമുണ്ട്. ജീവനുള്ള ജീവികൾക്ക് റെസ്പോണ്ട് ചെയ്യാൻ കഴിയും, ചില ജീവികൾ പ്രതികരിക്കാൻ കഴിയും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തിനെ കുറിച്ചാണ്? ചാപ്റ്റർ നമ്പർ 1, ലിവിംഗ് വേൾഡ് എന്ന് പറയുന്ന വളരെയധികം സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ എന്താണ് ലൈഫ്? ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ദാറ്റ് ഡിസ്റ്റിംഗ്വിഷ് ലിവിംഗ് ഓബ്ജക്ട് ഫ്രം ദ നോൺ ലിവിംഗ് ഓബ്ജക്ട്. ലിവിംഗ് ഓബ്ജക്റ്റിനെ നോൺ ലിവിംഗ് ഓബ്ജക്റ്റിൽ നിന്നും തരംതിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഏതെന്ന് പറയുന്നത്? ലൈഫ് എന്ന് പറയുന്നത്. ജീവനുള്ള ജീവിയുടെ പ്രത്യേകതകൾ 1 എന്താണ്? ഗ്രോത്ത് ആണ്. 2 എന്താണ്? റീപ്രൊഡക്ഷൻ ആണ്. 3 എന്താണ്? മെറ്റബോളിസം ആണ്. 4 എന്താണ്? സെല്ലുലാർ ഓർഗനൈസേഷൻ ആണ്. 5 എന്താണ്? കോൺഷ്യസ്നസ്. അപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങൾ ഓരോന്നായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. അപ്പൊ ആദ്യത്തെ പ്രോപ്പർട്ടി ഏതാ, അല്ലെങ്കിൽ ആദ്യത്തെ ക്യാരക്ടർ ഏതാ? ജീവനുള്ള ജീവിയുടെ ഗ്രോത്ത്, വളരുന്നു എന്നതാണ്. അപ്പൊ അതിലേക്ക് നമുക്ക് കിടക്കാം. ഗ്രോത്ത്, വളർച്ച എന്നതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലിവിംഗ് ഓർഗാനിസത്തിലെ 1ാമത്തെ പോയിന്റ്, ജീവനുള്ള ജീവികളുടെ പ്രത്യേകതകൾ 1ാമത്തെ പോയിന്റ് ആണ്. എന്താണ് മക്കളെ? ഗ്രോത്ത്, വളരുക, വളർച്ച എന്നുള്ളതാണ്. അപ്പൊ എല്ലാം നിങ്ങൾക്ക് അറിയുന്ന കുഞ്ഞു പോയിന്റ് ആണ്. നിങ്ങൾ മലയാളം മീഡിയത്തിൽ നിന്ന് വന്ന കുഞ്ഞുങ്ങളായിരിക്കും, ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് വന്ന കുഞ്ഞുങ്ങളായിരിക്കും, എന്ത് വന്നാലും വളരെയധികം എളുപ്പമാണ്. ഇത് ഭയങ്കര സംഭവമാക്കി എടുക്കൊന്നും വേണ്ട. സയൻസ് ഗ്രൂപ്പ് ഭയങ്കര ടഫാണ്, ഇന്നതാണ് ഇങ്ങനെയാണ് ഒന്നും വിചാരിക്കേണ്ട.
നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് ഫുൾ സ്കോറോട് കൂടി ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും പാസ്സായി നിങ്ങൾ എന്താണോ വിചാരിക്കുന്നത് അതാകാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. അതിന് വേണ്ടത് ഹാർഡ് വർക്കാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഹാർഡ് വർക്കാണ്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ആ ഹാർഡ് വർക്ക് തുടങ്ങി കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് ഭയങ്കരമായിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം എന്ത് ഗ്രോത്ത്. ജീവനുള്ള ജീവികളുടെ പ്രത്യേകതകൾ. ഒന്നാമത്തത് ഗ്രോത്ത്. നമുക്കറിയാം എല്ലാ ജീവികളും വളരുന്നുണ്ട്. NCERT പദമായതുകൊണ്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യുന്നത് ഓൾ ലിവിംഗ് ഓർഗാനിസം ഗ്രോ. എല്ലാ ജീവികളും വളരുന്നുണ്ട്. യൂണിസെല്ലുലാർ ഓർഗാനിസം. യൂണി എന്ന് പറഞ്ഞാൽ ഒന്ന്, ഏകം എന്നാണ്. സെല്ലുലാർ ആണ് കോശം. ഏകകോശ ജീവികളും വളരും. മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. ബഹുകോശ ജീവികളും വളരും. മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിന് എക്സാമ്പിൾ ആണ് ഏത്? നവാസ്, നിങ്ങള്, ആന, പട്ടി, പൂച്ച എല്ലാം അതിൽ വരുന്നതാണ് അല്ലെ. അപ്പം ഈ ബഹുകോശ ജീവികളും വളരുന്നുണ്ട്, ഏകകോശ ജീവികളും വളരുന്നുണ്ട്. അപ്പൊ ഇവന്മാരിലൊക്കെ ഗ്രോത്ത് നടക്കാനുള്ള കാരണം എല്ലാ ജീവനുള്ള ജീവികളും വളരുന്നു എന്ന് പറഞ്ഞു. ഓൾ ലിവിംഗ് ഓർഗാനിസം ഗ്രോ. ഏതൊക്കെ വളരുന്നുണ്ട്? യൂണിസെല്ലുലാർ ഓർഗാനിസം വളരും, മൾട്ടി സെല്ലുലാർ ഓർഗാനിസം വളരും. ഇവന്മാരിലൊക്കെ വളർച്ചക്ക് കാരണം എന്താണ്? കോശ വിഭജനമാണ്. ഇംഗ്ലീഷിൽ വിളിക്കും സെൽ ഡിവിഷൻ. കോശങ്ങൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊണ്ടാണ് ഇവന്മാരൊക്കെ വളരുന്നത്. ആരൊക്കെ? ഞാൻ ഉൾപ്പെടെ. അപ്പൊ യൂണിസെല്ലുലാർ ഓർഗാനിസം വളരുന്നുണ്ട്, മൾട്ടി സെല്ലുലാർ ഓർഗാനിസം വളരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിൽ ഒരു എക്സാമ്പിൾ എടുക്കാം. പ്ലാന്റ്സ്, സസ്യങ്ങൾ. ജീവനുള്ള ജീവിയാണല്ലോ സസ്യങ്ങൾ. അപ്പൊ സസ്യങ്ങളുടെ പ്രത്യേകത എന്താണ്? ഇവന്മാരിൽ ഗ്രോത്ത് നടക്കുന്നുണ്ട് ബൈ ഏത് ഡിവിഷൻ? സെൽ ഡിവിഷൻ. ഒക്കെ കണ്ടിന്യൂസ്ലി ത്രൂ ഔട്ട് ദെയർ ലൈഫ് സ്പാൻ. ജീവിതകാലം മുഴുവനും അവന്മാരിൽ എന്ത് നടക്കുന്നുണ്ട്? സെൽ ഡിവിഷൻ നടക്കുന്നുണ്ട്. അവന്മാരുടെ പ്രത്യേകം നമുക്കറിയാം. സസ്യങ്ങൾ എന്ന ജീവിതകാലം മുഴുവനും വളരുന്നതാണ് ആരെന്ന് പറയുന്നത്? പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ പ്ലാന്റ്സ് ഗ്രോത്ത് ബൈ സെൽ ഡിവിഷൻ. അവന്മാരുടെ വളർച്ച എന്ത് വഴിയാണ്? സെൽ ഡിവിഷൻ, അതായത് കോശ വിഭജനം വഴിയാണ്. ഇറ്റ് ഒക്കർ കണ്ടിന്യൂസ്ലി ത്രൂ ഔട്ട് ദെയർ ലൈഫ് സ്പാൻ. ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ ആയുസ്. അതിന്റെ ആയുസ് മുഴുവൻ ത്രൂ ഔട്ട് ദെയർ ലൈഫ് സ്പാൻ കണ്ടിന്യൂസ്ലി തുടർച്ചയായിട്ട് സെൽ ഡിവിഷൻ നടക്കുന്നു. ത്രൂ ഔട്ട് പൂർണ്ണമായും ദെയർ ലൈഫ് സ്പാൻ ജീവിതകാലം മുഴുവനും സസ്യങ്ങളിൽ എന്ത് നടക്കുന്നുണ്ട്? സെൽ ഡിവിഷൻ നടക്കുന്നുണ്ട്. പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഏതിൽ വരുന്നതാണ്? തൽക്കാലം മനസ്സിലാക്കുക, മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. അങ്ങനെ തന്നെയാണ്. ഇനി നോക്കുക, മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിന് മറ്റൊരു എക്സാമ്പിൾ ഏതായിട്ട് എടുക്കാം? ആനിമൽസ്, മൃഗങ്ങളിലും എന്ത് നടക്കുന്നുണ്ട് മക്കളെ? സെൽ ഡിവിഷൻ നടക്കുന്നുണ്ട്. പക്ഷേ ഇവന്മാരുടെ വളർച്ച എന്താണ്? ഗ്രോത്ത് ഓൺലി സീൻ ഓൺലി അപ് ടു സർട്ടൻ ഏജ്. ഒരു പ്രത്യേക ഒരു പെർട്ടിക്കുലർ ഏജ് വരെ മാത്രമേ നമ്മളൊക്കെ ആനിമൽസ് നമ്മളൊക്കെ എന്ത് ചെയ്യുള്ളൂ? വളരുള്ളൂ. സോ ഇൻ ആനിമൽ ഗ്രോത്ത് ഓൺലി സീൻ ഓൺലി അപ് ടു സർട്ടൻ ഏജ്. ഒരു പ്രത്യേക വയസ്സ്. ഉദാഹരണമായി പറയാം, നവാസ് എന്ന് പറയുന്ന ഞാൻ ജനിച്ച അന്ന് തന്നെ ഒരു തെങ്ങ് നട്ടു. ആ തെങ്ങ് എനിക്കിപ്പോ ഏകദേശം ഒരു 10-20-30 വയസ്സായി. ആ 30 വയസ്സുള്ള എന്നേക്കാൾ നീളം ഉണ്ടായിരിക്കും എന്തിന്? തെങ്ങിന്. കാരണം എന്താണ്? പ്ലാന്റ്സിന്റെ പ്രത്യേകത എന്താണ്? ഗ്രോത്ത് ബൈ സെൽ ഡിവിഷൻ ആണ്. നമ്മളിലും ഗ്രോത്ത് ബൈ സെൽ ഡിവിഷൻ തന്നെയാണ്. പക്ഷേ ഇറ്റ് ഒക്കർ കണ്ടിന്യൂസ്ലി ത്രൂ ഔട്ട് ദെയർ ലൈഫ് സ്പാൻ. ചെടികളിൽ സെൽ ഡിവിഷൻ കണ്ടിന്യൂസ്ലി നടന്നുകൊടുക്കും. ചെടികളുടെ വളർച്ച കണ്ടിന്യൂസ്ലി ആയിട്ട് നടന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ആനിമൽസിൽ അങ്ങനെയാണോ? അല്ല. ഗ്രോത്ത് ഓൺലി സീൻ ഓൺലി അപ് ടു സർട്ടൻ ഏജ്. അപ്പൊ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം ഉണ്ടാവും, സർ അപ്പൊ നമ്മളിൽ സെൽ ഡിവിഷൻ നടക്കുന്നില്ലേ? നമ്മളിൽ ഈ സെൽ ഡിവിഷൻ നടക്കുന്നുണ്ട്. വളർച്ച കഴിഞ്ഞാലും സെൽ ഡിവിഷൻ നടക്കുന്നുണ്ട്. എന്തിനു വേണ്ടി? ചില ടിഷ്യൂസിൽ, ചില കലകളിൽ നടക്കുന്നുണ്ട്. എന്തിനു വേണ്ടി? ടു റീപ്ലേസ് ദ ലോസ്റ്റ് സെൽ. നഷ്ടപ്പെട്ടു പോയ കോശങ്ങൾക്ക് പകരം പുതിയ കോശങ്ങൾ വളരാൻ വേണ്ടി. ഉദാഹരണമായി പറയുന്നത്, ഈ ഭാഗത്തിലെ ചില കോശങ്ങൾ നശിച്ചു പോയി. ആ കോശങ്ങൾ വളരാൻ വേണ്ടി അവിടെ സെൽ ഡിവിഷൻ നടക്കും. ഈ ഭാഗത്തെ ചില കോശങ്ങൾ, സ്കിന്നിന് മൊത്തം ചില കോശങ്ങൾ നശിച്ചു പോയി. അവ കോശങ്ങൾ വളരാൻ വേണ്ടി ചില സെൽ ഡിവിഷൻ നടക്കും. അപ്പൊ സെൽ ഡിവിഷൻ മനുഷ്യരിലും നടക്കുന്നുണ്ട്. എന്തിനു വേണ്ടി? ടു റീപ്ലേസ് ദ ലോസ്റ്റ് സെൽ. ആ ലോസ്റ്റ് സെൽ, നഷ്ടപ്പെട്ടു പോയ കോശങ്ങൾക്ക് പകരം പുതിയ കോശങ്ങൾ വളരാൻ വേണ്ടി. നമ്മുടെ ഗ്രോത്തിന്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ ഗ്രോത്തിന്റെ പ്രത്യേകത ഗ്രോത്ത് ഓൺലി സീൻ ഓൺലി അപ് ടു എ സർട്ടൻ ഏജ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എന്തിനെ കുറിച്ചാണ്? ചാപ്റ്റർ നമ്പർ 1 ലിവിംഗ് വേൾഡ് എന്ന് പറയും അല്ലെ. ലോകത്തെ ജീവനുള്ള ലോകത്തെ കുറിച്ചാണ്. നമുക്കറിയാവുന്ന കാര്യം, എല്ലാ ലിവിംഗ് ഓർഗാനിസം വളരും. ഓൾ ലിവിംഗ് ഓർഗാനിസം ആർ ഗ്രോ. യൂണിസെല്ലുലാർ ഓർഗാനിസം വളരുന്നുണ്ട്, മൾട്ടി സെല്ലുലാർ ഓർഗാനിസം വളരുന്നുണ്ട്. അതൊക്കെ ഏത് വഴിയാണ്? സെൽ ഡിവിഷൻ, കോശ വിഭജനം വഴിയാണ്. ഓക്കെ, കോശ വിഭജനം. അപ്പൊ സാർ ഈ യൂണിസെല്ലുലാർ ഓർഗാനിസം വളർന്ന് വലിയ ജീവിയൊക്കെ ആവോ? യൂണിസെല്ലുലാർ ഓർഗാനിസത്തിന് എക്സാമ്പിൾ ഏതാ? അമീബ. അറിയുന്ന കാര്യം. ഒരു എക്സാമ്പിൾ, നിങ്ങൾക്ക് അറിയുന്ന എക്സാമ്പിൾ ഏതാണ് പറയാം? അമീബ. സാർ അമീബ വളർന്ന് വലുതാവോ? അമീബയുടെ ആ ടേം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തരാം. എന്താണ് അമീബയുടെ വളർച്ച എന്ന് പറഞ്ഞാൽ എന്താന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തരാം.
അപ്പൊ നമ്മൾ നമ്മുടെ പ്രത്യേകത എന്താണ്? നമ്മൾ വളരും ഓൺലി അറ്റ് സെർട്ടൻ ഏജ്. പക്ഷെ നമ്മളിലും സെൽ ഡിവിഷൻ നടക്കും എന്തിനു വേണ്ടി? ടു റീപ്ലേസ് ദ ലോസ്റ്റ് സെൽ. അപ്പൊ ഇത്രയും കാര്യം മനസ്സിലായല്ലോ. അപ്പൊ യൂണിസെല്ലാർ ഓർഗാനിസം, മൾട്ടി സെല്ലാർ ഓർഗാനിസം ഒക്കെ വളരുന്നുണ്ട് ഏത് ബൈ സെൽ ഡിവിഷൻ. മൾട്ടി സെല്ലാർ ഓർഗാനിസത്തിന് ഒരു എക്സാമ്പിൾ ആയ പ്ലാന്റ്സിൽ ഗ്രോത്ത് നടക്കുന്നുണ്ട് ഏത് വഴി? സെൽ ഡിവിഷൻ. ഇറ്റ് ഒക്കർ കണ്ടിന്യൂസ്ലി ത്രൂ ഔട്ട് ദ ലൈഫ് സ്പാൻ. ജീവിതകാലം മുഴുവൻ സെൽ ഡിവിഷൻ നടക്കും. ആനിമൽസിൽ ഗ്രോത്ത് ഓൺലി സീൻ അപ് ടു സെർട്ടൻ ഏജ്. പ്രത്യേക വയസ്സ് വരെ മാത്രമേ ആനിമൽസിൽ ഗ്രോത്ത് നടക്കുള്ളൂ. പക്ഷേ സെൽ ഡിവിഷൻ ഒക്കർ ടു റീപ്ലേസ് ദ ലോസ്റ്റ് സെൽ. എന്തിനു വേണ്ടി? നഷ്ടപ്പെട്ടു പോയ കോശങ്ങൾക്ക് പകരം പുതിയ കോശങ്ങളെ വളരാൻ വേണ്ടി അവിടെ എന്ത് നടക്കാറുണ്ട് മക്കളെ? സെൽ ഡിവിഷൻ നടക്കാറുണ്ടുള്ള കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു മരിച്ച ആള് വളരും. എ ഡെഡ് ഓർഗാനിസം നെവർ ഗ്രോ. അതായത് ഒരാൾ മരിച്ചൊരു ചിത്രം വെച്ചിട്ടുണ്ട്, ഡെഡ്, മരിച്ച ഓർഗാനിസം നെവർ ഗ്രോ. അതൊരിക്കലും വളരില്ല എന്നുള്ള കാര്യം എപ്പോഴും മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തിനെ കുറിച്ചാ? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ലിവിംഗ് ഓർഗാനിസം. ജീവനുള്ള ജീവികളുടെ പ്രത്യേകതകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ ഈ ജീവനില്ലാത്ത ജീവികൾ വളരും, ജീവനുള്ള ജീവികൾ വളരുന്നുണ്ട്, അല്ലേ മക്കളെ? ജീവനുള്ള ജീവികൾ വളരുന്നുണ്ട്, അല്ലേ? അതെ, ജീവനുള്ള ജീവികൾ വളരുന്നുണ്ട്. ജീവനില്ലാത്ത ജീവികൾ വളരും ഉണ്ട്. ജീവനില്ലാത്ത ജീവികൾ വളരാറുണ്ട്. ജീവനില്ലാത്ത ജീവികൾ ഉദാഹരണമായി പറയാം, ഒരു മല, ഒരു കുന്ന് അല്ലെങ്കിൽ മല, ഇംഗ്ലീഷ് പറയും മൗണ്ടെയിൻ വളരാറുണ്ട്. എങ്ങനെ? അത് ചുറ്റുമുള്ള ഭാഗത്ത് നിന്ന് കാറ്റ് വഴിയോ അല്ലെങ്കിൽ എങ്ങനെയോ മണ്ണുകൾ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് കാലക്രമേണ ഈ മൗണ്ടെയിൻ വളരാറുണ്ട്, അല്ലെ? ഇനി ഒരു മണൽക്കൂന, ഈ മണൽക്കൂനക്ക് ഇംഗ്ലീഷ് വിളിക്കുന്ന സാൻഡ് മൗണ്ട് എന്ന് പറയും. നമ്മളൊരു മണലാരണ്യത്തിലേക്ക് പോവാം. മണലാരണ്യത്തിലേക്ക് പോവാം, മരുഭൂമിക്ക് പോവാം. മരുഭൂമിയിൽ പോയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ കാണാം അവിടെ കുറെ മണൽക്കൂനകൾ കാണാം. കുറച്ച് കഴിയുമ്പോൾ കാറ്റടിക്കുമ്പോൾ ആ മണൽക്കൂനകൾ അവിടെ കാണില്ല, തൊട്ടപ്പുറത്തേക്ക് ആയിരിക്കും വരിക. ചിലപ്പോൾ അതിനെന്ത് ചെയ്യും? മണൽക്കൂനയുടെ വലിപ്പം കൂടിയിട്ടുണ്ടാവും. എന്തടിച്ചിട്ട് മണലിങ്ങനെ വന്ന് അതിന് മുകളിൽ ഇങ്ങനെ വളരുകയാണ്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, ജീവനുള്ള ജീവികളും വളരും, ജീവനില്ലാത്ത ജീവികൾ, കല്ലുകൾ, പാറക്കല്ലുകൾ, ഉരുളം കല്ലുകളൊക്കെ വളരാറുണ്ട്. ഈ ഉരുളങ്കല്ലിനെ വിളിക്കുന്നവരാ ബൗൾഡേഴ്സ് എന്ന് പറയും. കാലക്രമേണ ഒറ്റ ദിവസം കൊണ്ട് വലിയതായി, ഞാൻ വലിയ മലയായി, അങ്ങനെയല്ല. കാലക്രമേണ അതിന് മുകളിൽ മെറ്റീരിയൽസ് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അത് വളരാണ്. അപ്പൊ ജീവനുള്ള ജീവികളും വളരും. അതെങ്ങനെയാണ്? ബൈ സെൽ ഡിവിഷൻ. ജീവനില്ലാത്ത ജീവികളും വളരും. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, ജീവനുള്ള ജീവികളിൽ growth is from inside ഉള്ള കാര്യം ആയിരിക്കാം. In living organism, the growth is from inside. It occur by means of cell division. ആനിമൽസിന്റെ പ്രത്യേകത എന്താ നമുക്കറിയാം. ആനിമൽസിന്റെ പ്രത്യേകത എന്താണ്? ഗ്രോത്ത് ഓൺലി സീൻ അപ് ടു സെർട്ടൻ ഏജ്. പക്ഷെ അതിൽ സെൽ ഡിവിഷൻ നടക്കാറുണ്ട് എന്തിനു വേണ്ടി? ടു റീപ്ലേസ് ദ ലോസ്റ്റ് സെൽ. പ്ലാന്റ്സിലോ ഗ്രോത്ത് ഒക്കെ കണ്ടിന്യൂസ്ലി ത്രൂ ഔട്ട് ദർ ലൈഫ് സ്പാൻ ആണെന്നുള്ള കാര്യം അറിയാം. ഇനി അടുത്ത് നോക്കും മക്കളെ. അപ്പൊ നോൺ ലിവിംഗ് ഓബ്ജക്റ്റും വളരാറുണ്ട്, ജീവനില്ലാത്ത വസ്തുക്കളും വളരാറുണ്ട്. ഏതൊക്കെ? മൗണ്ടെയിൻസ് വളരാറുണ്ട്, ബൗൾഡേഴ്സ് ബൗൾഡേഴ്സ് വലിയ പാറക്കല്ലുകൾ അല്ലെങ്കിൽ ഉരുളൻ കല്ലുകൾ എന്നൊക്കെ പറയും. സാൻഡ് ബോൺ, മണൽക്കൂനകൾ, അതൊക്കെ എന്ത് ചെയ്യാറുണ്ട്? വളരാം. അപ്പൊ ഇവന്മാരിലൊക്കെ വളരാനുള്ള കാരണം എന്താ? ഡെപ്പോസിറ്റ് ഫ്രം എക്സ്റ്റേണൽ, അതിന്റെ മുകളിലേക്ക് മെറ്റീരിയൽസ് ഇങ്ങനെ എക്സ്റ്റേണൽ ഡെപ്പോസിറ്റ് ചെയ്തതിന്റെ ഫലമായിട്ടാണ് വളരാറുള്ളത്. അപ്പൊ ജീവനുള്ള ജീവികളും വളരും, ജീവനില്ലാത്ത ജീവികളും വളരും. അപ്പൊ ഇതൊരു ലിവിംഗ് ഓർഗാനിസത്തിന്റെ ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി ആയിട്ട് പറയാൻ കഴിയുമോ? ഇല്ല. സോ ഗ്രോത്ത് കനോട്ട് ബി കൺസിഡേർഡ് ആസ് എ ഡിഫൈനിങ് പ്രോപ്പർട്ടി ഓഫ് ലിവിംഗ് ഓർഗാനിസം. ഗ്രോത്ത് ഒരു ജീവനുള്ള ജീവിയുടെ മാത്രം പ്രത്യേകതയായിട്ട് നമുക്ക് പരിഗണിക്കാൻ കഴിയില്ല. കാരണം ജീവനുള്ള ജീവികളും വളരും, ജീവനില്ലാത്ത ജീവികളും വളരും. കൺഫ്യൂഷൻ ആവുന്നുണ്ടോ? ഇല്ല മക്കളെ, വളരെ സിമ്പിൾ ആണ്. നമ്മൾ എന്തിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്? ലിവിംഗ് വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്റർ. എത്ര മാർക്കിന് എക്സാമിന് വരിക? 1 മാർക്കിന് എക്സാമിന് വരിക. ഓരോ മാർക്കും വിലപ്പെട്ടതാ. ചിലപ്പോൾ ആ 1 മാർക്കായിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഫുൾ സ്കോർ നഷ്ടപ്പെടുക. അപ്പൊ എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും റിസൾട്ട് നിങ്ങൾക്ക് കിട്ടാൻ തന്നെയുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ലിവിംഗ് വേൾഡ്. എന്താണ് ലൈഫ് എന്ന് പറഞ്ഞാൽ? ലൈഫ് ഈസ് ദ പ്രോപ്പർട്ടി ദാറ്റ് ഡിസ്റ്റിംഗ്വിഷ് എ ലിവിംഗ് ഓബ്ജെക്ട് ഫ്രം എ നോൺ ലിവിംഗ് ഓബ്ജെക്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? കുറെ ജീവനുള്ള ജീവികളുടെ പ്രത്യേകതകൾ പഠിച്ചു അല്ലെ? ആദ്യത്തെ കാര്യം ഏതാണ്? ഗ്രോത്ത്, വളർച്ച. എല്ലാ ജീവനുള്ള ജീവികളും വളരും. ഓൾ ലിവിംഗ് ഓർഗാനിസം ഗ്രോ. എല്ലാ യൂണിസെല്ലാർ ഓർഗാനിസം ആയിക്കോട്ടെ, മൾട്ടി സെല്ലാർ ഓർഗാനിസം, എല്ലാവരും വളർച്ച എങ്ങനെയാണ്? ബൈ മീൻസ് ഓഫ് സെൽ ഡിവിഷൻ. അപ്പൊ നിങ്ങൾ ഈ യൂണിസെല്ലാർ ഓർഗാനിസം എങ്ങനെയാ സാർ വളരുന്നത്? അത് പറഞ്ഞുതരാം. അപ്പൊ എല്ലാ ജീവികളും വളരുന്നുണ്ട് ബൈ മീൻസ് ഓഫ് സെൽ ഡിവിഷൻ ഉള്ള കാര്യം. അപ്പൊ ആനിമൽസിന്റെ പ്രത്യേകത എന്താ? ഗ്രോത്ത് ഓൺലി സീൻ ഓൺലി അപ് ടു സെർട്ടൻ ഏജ് ആൻഡ് ഇൻ വിച്ച് അതിന്റെ പ്രത്യേകത എന്താണ്? സെൽ ഡിവിഷൻ നടക്കുന്നുണ്ട് എന്തിനു വേണ്ടി? ടു റീപ്ലേസ് ദ ലോസ്റ്റ് സെൽ. ആനിമൽസ്, പ്ലാന്റ്സിൽ എങ്ങനെയാണ്? പ്ലാന്റ്സിലും ഗ്രോത്ത് നടക്കുന്ന സെൽ ഡിവിഷൻ വഴിയാണ്.
കണ്ടിന്യൂസ്ലി ത്രൂ ദെയർ ലൈഫ് സ്പാൻ. പിന്നെ നമ്മൾ പഠിച്ചു ജീവനില്ലാത്ത ജീവികളും വളരുന്നുണ്ട്. ജീവനില്ലാത്ത ജീവികളായ മൗണ്ടെയ്ൻസ്, ബൗൾഡേഴ്സ്, സാൻഡ്, പിന്നെ മൗണ്ട്സ് ഒക്കെ എന്ത് ചെയ്യുന്നതാണ് വളരണം. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് എ ഡിഫൈനിങ് പ്രോപ്പർട്ടി ഓഫ് എ ലിവിങ് ഓർഗാനിസം. ഒരു ലിവിങ് ഓർഗാനിസത്തിന് മാത്രം പ്രോപ്പർട്ടി അല്ല ഗ്രോത്ത്, കാരണം ജീവനില്ലാത്ത ജീവികളും വളരാറുണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു മരിച്ച ജീവി വളരൂ, എ ഡെഡ് ഓർഗാനിസം നെവർ ഗ്രോ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്വിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്രോത്ത്, വളർച്ചയുടെ രണ്ട് പ്രത്യേകതകളാണ്. ട്വിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്രോത്ത്, നമ്മൾ വളർച്ചയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ലിവിങ് ഓർഗാനിസത്തിന്റെ പ്രത്യേകതകൾ ഒന്ന് ഗ്രോത്ത്, അതിന്റെ ട്വിൻ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ട്വിൻ പ്രോപ്പർട്ടീസ്. എപ്പോഴും മനസ്സിലാക്കാം, ഇൻക്രീസ് ഇൻ നമ്പർ കൂടുക എന്ന് പറഞ്ഞാലും ഇൻക്രീസ് ഇൻ മാസ് എന്ന് പറഞ്ഞാലും അതിന്റെ അർത്ഥം ആ ജീവി എന്ത് ചെയ്യുകയാണെന്നുള്ളതാണ്, വളരുകയാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. നമ്പർ കൂടുക എന്ന് പറഞ്ഞാലും മാസ് കൂടുക എന്ന് പറഞ്ഞാലും എന്താ മനസ്സിലാക്കാതെ എന്താണ്, വളരുകയാണ്. ഇവിടെ നമ്പർ കൂടുക എന്ന് ഉദ്ദേശിച്ചത് യൂണിസെല്ലുലാർ ഓർഗാനിസം. ഞാൻ പറഞ്ഞു യൂണിസെല്ലുലാർ ഓർഗാനിസം വളരുന്നുണ്ട്, മൾട്ടി സെല്ലുലാർ ഓർഗാനിസം എന്ത് ചെയ്യുന്നുണ്ട്, വളരുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. യൂണിസെല്ലുലാർ ഓർഗാനിസം വളരുന്നുണ്ട്, മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസും എന്ത് ചെയ്യുന്നുണ്ട്, ബഹുകോശ ജീവികളും എന്ത് ചെയ്യുന്നുണ്ട്, വളരുന്നുണ്ട്. അപ്പൊ യൂണിസെല്ലുലാർ ഓർഗാനിസം എങ്ങനെ സർ വളർന്ന് വലിയ ജീവിയാണ്? അങ്ങനെയല്ല. യൂണിസെല്ലുലാർ ഓർഗാനിസം, മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ഒക്കെ ഡിവിഷൻ വഴി അല്ലേ, മക്കളുടെ സെൽ ഡിവിഷൻ വഴിയല്ലേ. ഇപ്പൊ ഒരു ഉദാഹരണമായി പറയാം, അമീബ എന്ന് പറയുന്നത്. ഈ അമീബ എന്തായിട്ട് മാറും? അമീബ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ എന്ത് ചെയ്യും, എത്ര ജീവിയായി മാറും? 2 ജീവിയായി. ഒരു അമീബ ഇവിടെ, ഒരു അമീബ ഇവിടെ. ഇതാണല്ലേ ബൈനറി ഫിഷൻ എന്നൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സുകൾ പഠിച്ചോ. ഇതേപോലെ ചിത്രം കാണാം, ഒരു അമീബ നോക്കും മക്കൾ, ഡിവൈഡ് ചെയ്ത് 2 ജീവിയായി മാറും. അപ്പൊ എന്താ സംഭവിച്ചത്? ഒരു അമീബ 2 അമീബയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്, അല്ലെ? ഒരു അമീബ 2 അമീബയായിട്ട് മാറും. എന്താ സംഭവിച്ചത്? ഇൻക്രീസ് ഇൻ നമ്പർ ആണ്. ഇൻക്രീസ് ഇൻ നമ്പർ. അപ്പൊ ഇൻക്രീസ് ഇൻ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിസെല്ലുലാർ ഓർഗാനിസത്തിൽ ഗ്രോത്ത് എന്ന് പറയുന്നത് കൺസിഡേർഡ് ആസ് ദ ഇൻക്രീസ് ഇൻ നമ്പർ എന്നുള്ള കാര്യം അറിയിക്കുക. യൂണിസെല്ലുലാർ ഓർഗാനിസത്തിൽ ഇൻക്രീസ് ഇൻ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ജീവികൾ എന്ത് ചെയ്യുക എന്നുള്ള കാര്യം മനസ്സിലാക്കുക, ഗ്രോത്ത് വളരുക എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പൊ ഇൻക്രീസ് ഇൻ നമ്പർ ഏതൊക്കെ ജീവികൾ? അമീബയിലും ബാക്ടീരിയയിലൊക്കെ. സർ ആക്ച്വലി ഇത് റീപ്രൊഡക്ഷൻ അല്ലേ? അതെ, പ്രത്യുൽപാദനം അല്ലേ? അതേ മക്കളെ, ഇതൊക്കെ എന്താണ്? പ്രത്യുൽപാദനം. അപ്പൊ നമുക്ക് ഈ യൂണിസെല്ലുലാർ ഓർഗാനിസമായ അമീബയിലും ബാക്ടീരിയയിലും റീപ്രൊഡക്ഷൻ എന്നുള്ള വാക്ക്, പ്രത്യുൽപാദനം എന്നുള്ള വാക്ക് ഈ സിനോണിമസ് വിത്ത് എന്ത്? ഗ്രോത്ത്. അപ്പൊ റീപ്രൊഡക്ഷന് പകരം നമുക്ക് അവന്മാർക്ക് എന്ത് ഉപയോഗിക്കാം? ഗ്രോത്തിന് പകരം നമുക്ക് എന്ത് ഉപയോഗിക്കാം? റീപ്രൊഡക്ഷൻ അല്ലേ? റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സിനോണിമസ് എന്ന് പറഞ്ഞാൽ പര്യായ പദമായിട്ട് ഉപയോഗിക്കാം. ഗ്രോത്തിന് പകരമായിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? റീപ്രൊഡക്ഷൻ. ഗ്രോത്ത് എന്താ? യൂണിസെല്ലുലാർ ഓർഗാനിസത്തിൽ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻക്രീസ് ഇൻ നമ്പർ. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്തിനെ കുറിച്ചാണ് മക്കളെ? ഗ്രോത്തിനെ കുറിച്ചതാണ്. ഞാൻ ഈ പറഞ്ഞ സാധനം തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാനുള്ള കാരണം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പൊ മനസ്സിലാക്കുക, ഹെഡ്ഫോണൊക്കെ വെച്ച് മനസ്സിലാക്കുക, പഠിച്ചേ പറ്റൂ. നിങ്ങൾക്ക് തന്നെ ഈ 1 മാർക്ക് കിട്ടണം. 30 മാർക്കിൽ 1 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി എത്ര മാർക്കുള്ളൂ? 29 മാർക്ക്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് ഈ 30 മാർക്ക്, ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. എന്തൊക്കെയാണ് +1 പഠിക്കാനുള്ളത്, ഏതൊക്കെ വിഷയങ്ങളാണുള്ളത്, എത്ര മാർക്കിനാണ് ബോട്ടണി, എത്ര മാർക്കാണ് സുവോളജിന്റെ പരീക്ഷ എങ്ങനെയാണ്, ബോട്ടണിയുടെ പരീക്ഷ എങ്ങനെയാണ്, സുവോളജിയിൽ എത്രയൊക്കെ മാർക്കിനുള്ളത്, എല്ലാം ഡീറ്റെയിൽ ആയി ഒരു 30 മിനിറ്റിന്റെ വീഡിയോ നിങ്ങൾക്ക് തന്നു. നിങ്ങൾ അത് കണ്ടതിന് ശേഷം ഇത് കാണുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നും. ഓരോ മാർക്കും വിലപ്പെട്ടതാണ്. അപ്പൊ ട്വിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്രോത്ത്, ഗ്രോത്തിന്റെ 2 ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, ക്യാരക്ടേഴ്സ് ആണ്, ഈ പ്രോപ്പർട്ടി ആണ്, പ്രത്യേകതകളാണ്. ഒന്ന് ഇൻക്രീസ് ഇൻ നമ്പർ ഇൻക്രീസ് ചെയ്യുക എന്ന് പറയുന്നത്. ഇത് ആരെ ഉദ്ദേശിച്ചാ പറഞ്ഞാൽ യൂണിസെല്ലുലാർ ഓർഗാനിസമായ അമീബ, ബാക്ടീരിയയിലൊക്കെ. ഈ അമീബയിലും ബാക്ടീരിയയിലൊക്കെ അവന്മാരെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഇവന്മാര് 2 സെല്ല്. അപ്പൊ നമ്പർ കൂടിയിലെ അത് റീപ്രൊഡക്ഷൻ ആണ്, അത് എന്തു തന്നെയാണ്? ഗ്രോത്ത്. അപ്പൊ ഈ യൂണിസെല്ലുലാർ ഓർഗാനിസം ആയ അമീബയിലും ബാക്ടീരിയയിലൊക്കെ റീപ്രൊഡക്ഷൻ ഈ സിനോണിമസ് വിത്ത് എന്തെന്ന് പറയുന്നത്? ഗ്രോത്ത് എന്ന് പറയും. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ തൊട്ടു മുന്നേ പറഞ്ഞിരുന്നു, എന്താണ് നോൺ ലിവിങ് ഓർഗാനിസംസ് വളരാറുണ്ട്. മൗണ്ടെയ്ൻസ്, സാൻഡ് മോൾഡ്, ബൗൾഡേഴ്സ് ഒക്കെ വളരാറുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അത് എന്തിന്റെ ക്രൈറ്റീരിയ നോക്കിയിട്ടാണ് അറിയോ? ഇൻക്രീസ് ഇൻ മാസ് നോക്കിയിട്ടാണ്. അതിന് മുകളിൽ ഇങ്ങനെ എക്സ്റ്റേണലി കുറെ ഡെപ്പോസ്. ലിവിങ് ഓർഗാനിസത്തിൽ ഗ്രോത്ത് ഈസ് ഫ്രം ഇൻസൈഡ് ആണ്. പക്ഷേ നോൺ ലിവിങ് തിങ്സ് ആയ മൗണ്ടെയ്ൻ, സാൻഡ് മോൾഡ്, ബൗൾഡേഴ്സിലൊക്കെ ഈ എക്സ്റ്റേണൽ മെറ്റീരിയൽസ്, മണ്ണും കല്ലൊക്കെ അതിന് മുകളിൽ ഇങ്ങനെ വന്നിട്ടാണ് അവന്മാർ ഇങ്ങനെ കൂടുന്നത്. അത് ഏത് ക്രൈറ്റീരിയ നോക്കിയിട്ടാണ്? ഇൻക്രീസ് ഇൻ മാസ്. സോ ഇൻക്രീസ് ഇൻ മാസ് ഒരു
ഗ്രോത്തിന്റെ ക്രൈറ്റീരിയ ആയിട്ട് പരിഗണിക്കുമ്പോൾ മൗണ്ടെയിൻസും സാൻഡ് മൗണ്ടും ബൗൾഡേഴ്സും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വളരുന്നുണ്ട്. സോ ഗ്രോത്ത് നമുക്കൊരു ലിവിങ് ഓർഗാനിസത്തിന് മാത്രം പ്രോപ്പർട്ടി ആയിട്ട് പരിഗണിക്കാൻ കഴിയും ഇല്ല. സോ ഗ്രോത്ത് ഈസ് നോട്ട് എ ഡിഫൈനിങ് പ്രോപ്പർട്ടി ഓഫ് എ ലിവിങ് ഓർഗാനിസം ബിക്കോസ് ലിവിങ് ഓർഗാനിസം വളരുന്നുണ്ട്, നോൺ ലിവിങ് തിങ്സും വളരുന്നുണ്ട്. ഈ നോൺ ലിവിങ് തിങ്സ് വളരുന്നുണ്ട് എന്നുള്ളത് ഏത് പ്രോപ്പർട്ടി, ഏത് ക്രൈറ്റീരിയ വെച്ചിട്ടാണ് പറഞ്ഞത്? ഈ ക്രൈറ്റീരിയ ഇൻക്രീസ് ഇൻ മാസ്. സോ ഇൻക്രീസ് ഇൻ മാസ് അതൊരു ക്രൈറ്റീരിയ ആണെങ്കിൽ, ആരുടെ ക്രൈറ്റീരിയ ആണെങ്കിൽ? ഗ്രോത്തിന്റെ ക്രൈറ്റീരിയ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മൗണ്ടെയിൻ വളരുന്നുണ്ട്, സാൻഡ് മൗണ്ടും വളരുന്നുണ്ട്, ബൗൾഡേഴ്സും വളരുന്നുണ്ട്. സോ ഇമ്പോർട്ടൻ്റ് ആണ് ട്വിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്രോത്ത്. ഏതൊക്കെയാണ്? ഇൻക്രീസ് ഇൻ നമ്പറും ഇൻക്രീസ് ഇൻ മാസും. സോ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ആയ അമീബയിലും ബാക്ടീരിയയിലും ഇൻക്രീസ് ഇൻ നമ്പർ സിനോണിമസ് വിത്ത് എന്ത്, ഗ്രോത്ത് ഈസ് സിനോണിമസ് വിത്ത് എന്ത്, റീപ്രൊഡക്ഷൻ. സോ ഇവന്മാരിൽ റീപ്രൊഡക്ഷൻ ഈസ് സിനോണിമസ് വിത്ത് ഗ്രോത്ത്. എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ ഇൻക്രീസ് ഇൻ മാസ് ഒരു ക്രൈറ്റീരിയ ആണെങ്കിൽ നോൺ ലിവിങ് തിങ്സും വളരുന്നുണ്ട്. ഗ്രോത്ത് ഈസ് നോട്ട് എ ഡിഫൈനിങ് പ്രോപ്പർട്ടി ഓഫ് എ ലിവിങ് ഓർഗാനിസം. മനസ്സിലായല്ലോ. ഇതോടുകൂടി ഏത് കഴിഞ്ഞു മക്കളെ? ഗ്രോത്ത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലിവിങ് ഓർഗാനിസം ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ഗ്രോത്ത് പറഞ്ഞു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ എന്താണ്? റീപ്രൊഡക്ഷൻ. അതായത് പ്രത്യുൽപാദനം എന്നാൽ എന്ത്? പ്രത്യുൽപാദനം ജീവികളിൽ, എല്ലാ ജീവികളിലും കാണുന്നുണ്ടോ? ജീവനില്ലാത്ത ജീവികൾക്ക് പ്രത്യുൽപാദനം നടക്കുമോ? അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ബാക്ക്. അപ്പൊ റീപ്രൊഡക്ഷന്റെ ഡെഫിനിഷൻ ഇതാ. റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ പ്രൊഡക്ഷൻ ഓഫ് പ്രോജനി. പ്രോജനി എന്ന് പറഞ്ഞാൽ കുഞ്ഞുമക്കൾ അല്ലെ. പ്രോജനി, കുഞ്ഞുങ്ങളെ നമുക്ക് വിളിക്കാം പ്രോജനീസ്. പ്രോജനീസ്. ഇപ്പൊ എന്റെ കുഞ്ഞിനെ വിളിക്കുന്ന പേര് എനിക്ക് വിളിക്കാം പ്രോജനി, പ്രോജനി എന്ന് വിളിക്കാം. നിങ്ങളെ അച്ഛൻ നിങ്ങളെ വിളിക്കുന്ന പേരാണ് പ്രോജനി, പ്രോജനി. നിങ്ങൾക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് പ്രോജനീസ് എന്ന് വിളിക്കാം. അപ്പൊ പ്രൊഡക്ഷൻ ഓഫ് പ്രോജനി, കുഞ്ഞുങ്ങൾ ഉണ്ടാക്കുക. ആ പ്രോജനിയുടെ പ്രത്യേകത എന്താ? പൊസസിങ് ഫീച്ചേഴ്സ്. ആ പ്രോജനിയുടെ പ്രത്യേകത, ഫീച്ചേഴ്സ് മോർ ഓർ ലെസ് സിമിലർ ടു പാരന്റ്സ്. പാരന്റ്സിന്റെ സിമിലാരിറ്റി ആര് കാണിക്കുന്നുണ്ട്? പ്രോജനീസ് കാണിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞിട്ട് പാരന്റ്സിൽ നിന്നും ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് ആ പ്രോജനീസിന് പാരന്റ്സുമായിട്ട് മോർ ഓർ ലെസ് സിമിലാരിറ്റി കാണിച്ചു കഴിഞ്ഞാൽ ദാറ്റ് പ്രോസസ് ഈസ് കാൾഡ് എന്തെന്ന് പറയുന്നത്? റീപ്രൊഡക്ഷൻ. കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പ്രത്യുൽപാദനം എന്ന് തന്നെയാണ്. ഒരു കുഞ്ഞുണ്ടാകുക, ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? റീപ്രൊഡക്ഷൻ. സോ അതിന്റെ ഡെഫിനിഷനാണ് പറഞ്ഞത്. NCERT ടെക്സ്റ്റ് ബുക്കിലെ ഡെഫിനിഷൻ ആണ്. ഇറ്റ് ഈസ് എ പ്രൊഡക്ഷൻ ഓഫ് പ്രോജനി. അത് പ്രോജനി ഉണ്ടാക്കുന്ന പ്രോസസ് ആണ്. ആ പ്രോജനിയുടെ പ്രത്യേകത എന്താണ്? അതിന്റെ ഫീച്ചേഴ്സ് മോർ ഓർ ലെസ് സിമിലർ ടു പാരന്റ്സ്. പാരന്റ്സുമായിട്ട് എന്ത് കാണിക്കുന്നുണ്ട്? സിമിലാരിറ്റി കാണിക്കുന്നുണ്ട്. രണ്ട് ടൈപ്പ് പ്രത്യുൽപാദനം ഉണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ലൈംഗിക പ്രത്യുൽപാദനം, അലൈംഗിക പ്രത്യുൽപാദനം എന്ന് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടോ? അപ്പൊ രണ്ട് ടൈപ്പ് റീപ്രൊഡക്ഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്, അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. എന്താണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ? മിക്ക സസ്യങ്ങളിലുണ്ട്, ആനിമൽസിലൊക്കെ നടക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? സെക്ഷൽ റീപ്രൊഡക്ഷൻ. കുറച്ചും കൂടി ഡിഫൈൻ ചെയ്ത് പറയുകയാണെങ്കിൽ ഒരച്ഛൻ, ഒരമ്മ. അച്ഛൻ സ്പേം എന്ന് പറയുന്ന ഒരു സെൽ ഉണ്ടാക്കും. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. സ്പേം, പുംബീജം എന്ന് പറയും. അമ്മ എന്തുണ്ടാക്കും? എഗ് എന്ന് പറയുന്ന ഒരു കോശങ്ങൾ ഉണ്ടാവും. ഈ സ്പേമും എഗും കൂടി ചേർന്നിട്ട് സൈഗോട്ടായി, ആ സൈഗോട്ട് വളർന്നിട്ട് ഒരു കുഞ്ഞാവ് ആവുകയാണെങ്കിൽ ആ ടൈപ്പ് റീപ്രൊഡക്ഷനെ വിളിക്കുന്ന പേര് സെക്ഷൽ റീപ്രൊഡക്ഷൻ. അപ്പൊ സെക്ഷൽ, ലൈംഗിക സെക്സിൽ ഏർപ്പെട്ടതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ വിളിക്കുന്ന പേരാണ് എന്ത് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്? സെക്ഷൽ റീപ്രൊഡക്ഷൻ. അപ്പൊ ഈ കുഞ്ഞാവിടെ പ്രത്യേകത, ഈ കുഞ്ഞാവുക്ക് മോർ ഓർ ലെസ് സിമിലർ ടു ദാറ്റ് ഓഫ് പാരന്റ് ആയിരിക്കും. അപ്പൊ ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് എന്ത്? റീപ്രൊഡക്ഷൻ. റീപ്രൊഡക്ഷൻ ഈസ് ദ process. It is a production of progeny possessing features more or less similar to parents. Reproduction രണ്ട് ടൈപ്പ് ഉണ്ട്. സെക്ഷൽ റീപ്രൊഡക്ഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷൻ ലൈംഗിക സെക്സിൽ ഏർപ്പെട്ടതിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന പ്രോജനീസിനെ വിളിക്കുന്ന പേരാണ്, ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ രണ്ടുപേര് ഇൻവോൾവ്ഡ് ഉണ്ട് അല്ലെ. അച്ഛനും ഇൻവോൾവ്ഡ് ഉണ്ട്, അമ്മയും ഇൻവോൾവ്. അപ്പൊ രണ്ടുപേര് ഇൻവോൾവ് ചെയ്തതിന്റെ ഫലമായി രണ്ടുപേരുടെ ഗമീറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ, അങ്ങനെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ ആ റീപ്രൊഡക്ഷനെ വിളിക്കുന്ന പേരാണ് എന്ത് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്? സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ അസെക്ഷൽ റീപ്രൊഡക്ഷൻ അങ്ങനെയല്ല. അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഒരൊറ്റ പാരന്റ് മാത്രമേ ഇൻവോൾവ് ചെയ്യുള്ളൂ. ഉദാഹരണമായി പറയുകയാണെങ്കിൽ എന്റെ പേര് നവാസ് എന്ന് നിങ്ങൾക്കറിയാം. നവാസ് എന്ന് പറയുന്ന വ്യക്തി എവിടെ നിന്നുണ്ടായത്? എന്റെ അച്ഛനും എന്റെ അമ്മയും സെക്സിൽ ഏർപ്പെട്ടതിന്റെ ഫലമായിട്ടാണ് ഞാൻ ഉണ്ടായത്. എന്റെ കുഞ്ഞോ, ഞാനും എന്റെ ഭാര്യയും സെക്സിൽ ഏർപ്പെട്ടതിന്റെ ഫലമായിട്ടാണ് എന്റെ കുഞ്ഞുണ്ടായത്. നിങ്ങളോ, നിങ്ങളുടെ അച്ഛനും നിങ്ങളുടെ അമ്മയും സെക്സിൽ ഏർപ്പെട്ടതിന്റെ ഫലമായിട്ട് കുഞ്ഞു. അപ്പൊ ദാറ്റ് കൈൻഡ് ഓഫ് റീപ്രൊഡക്ഷൻ ഈസ് കാൾഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇൻവോൾവ് ടു പാരന്റ്സ്, ഒന്ന് അച്ഛൻ ഒന്ന് അമ്മ.
ചെടികളിലും അങ്ങനെയാണ്, അറിയില്ല, അച്ഛൻ ചെടി അമ്മ ചെടി എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. പക്ഷേ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ദ പ്രോജനി ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം എ സിംഗിൾ പാരന്റ്. പ്രോജനി ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ സിംഗിൾ പാരന്റ്. ദാറ്റ് പ്രോജനി, ആ പ്രോജനിയുടെ പ്രത്യേകത ഓൾമോസ്റ്റ് എക്സാക്ട് കോപ്പി ഓഫ് ദാറ്റ് പാരന്റ്. പാരന്റിന്റെ അതേ കോപ്പി ആയിരിക്കും. നേരത്തെ പറഞ്ഞു ബൈനറി ഫിഷ്. ആ ബൈനറി ഫിഷിലും കണ്ടിട്ട് അമീബ, ആ ചിത്രം ഒന്നുകൂടി കാണാം അല്ലെ. ഇങ്ങോട്ട് നോക്കും മക്കളെ, അമീബ. ആ അമീബ മുറിഞ്ഞിട്ട് 2 അമീബയായി മാറി അല്ലെ. ചിത്രം കാണുന്നുണ്ടല്ലോ. ആ കുഞ്ഞുങ്ങളെ നോക്കൂ, എക്സാക്ട് സിമിലർ ടു ദാറ്റ് ഓഫ് ദ പാരന്റ് അമീബ അല്ലെ. അപ്പൊ അങ്ങനെ ഒരൊറ്റ പാരന്റിൽ നിന്ന് ഉണ്ടാകുന്ന, വിത്തൗട്ട് ദ ഇൻവോൾവ്മെന്റ് ഓഫ് ഗ്യാമീറ്റുകൾ ഇൻവോൾവ് ചെയ്യാതെ ഉണ്ടാകുന്ന ടൈപ്പ് റീപ്രൊഡക്ഷനെ വിളിക്കുന്ന പേരാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. അപ്പൊ ദാറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം എ സിംഗിൾ പാരന്റ്. അപ്പൊ നമുക്ക് എക്സാമ്പിൾ നോക്കി നോക്കാം. ബഡ്ഡിംഗ് എന്ന് പഠിച്ചിട്ടുണ്ടാവും, മുകുളനം എന്ന് പഠിച്ചിട്ടുണ്ടാവും. ഹൈഡ്രയിലൊക്കെ അങ്ങനെയാണ്, ഹൈഡ്ര ഈസ്റ്റിലൊക്കെ ഇങ്ങനെയാണ്. ബഡ്ഡിംഗ് വഴിയാണ് മക്കളെ എന്തുണ്ടാകുന്നത്, അതിന് പ്രോജനീസ് ഉണ്ടാവും. ഈ ചിത്രം നോക്കും മക്കളെ, ഒരു ഹൈഡ്രയുടെ ചിത്രം കാണാം. ഹൈഡ്രയുടെ സൈഡിൽ നോക്കും മക്കളെ, ഒരു ബഡ്ഡിംഗ്, ഒരു മുകുളം പോലെ ഉണ്ടായത് കണ്ടോ. ആ മുകുളം വലുതായി കുഞ്ഞാവ് ഉണ്ടാവുന്നത് കണ്ടോ അല്ലെ. ഈ ടൈപ്പ് റീപ്രൊഡക്ഷൻ ഈസ് എ കൈൻഡ് ഓഫ്, ഇതിലൊരൊറ്റ പാരന്റ് അല്ലേ. എങ്ങനെ, ഇതാണ് ഹൈഡ്ര ചാച്ചോളൂ. ഇവിടെ ഒരു സാധനം ഇങ്ങനെ പൊന്തി വന്ന് മുകളായി അതെന്തായി ഹൈഡ്രയായിട്ട് മാറും. നമ്മളൊക്കെ അങ്ങനെ ഉണ്ടായതാണോ? അച്ഛൻ്റെ ഒരു സൈഡിൽ നിന്ന് അമ്മയുടെ സൈഡിൽ നിന്ന് ഉണ്ടായതാണോ? അല്ല. നമ്മളൊക്കെ എന്തിന്റെ പ്രൊഡക്റ്റ് ആണ്? സെക്ഷൽ റീപ്രൊഡക്ഷന്റെ പ്രൊഡക്റ്റ് ആണ്. പക്ഷെ ഇതങ്ങനെയല്ല. ബഡ്ഡിങ്ങിന് എക്സാമ്പിൾ ഏതൊക്കെ? ബഡ്ഡിംഗ് വഴി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന എക്സാമ്പിൾ ഏതൊക്കെ? ഈസ്റ്റ്, ഹൈഡ്ര. അപ്പൊ ചിത്രം കണ്ട് മനസ്സിലായല്ലോ, ദേ ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം എ സിംഗിൾ പാരന്റ്. രണ്ടാമത്തത് റീജനറേഷൻ എന്ന് പറയും. എക്സാമ്പിൾ ആണ് പ്ലനേറിയ, ഫ്ലാറ്റ് വോം എന്ന് പറയും. ഈ പ്ലനേറിയുടെ പ്രത്യേകത എന്താ പറയുക? പ്ലനേറിയുടെ ഉദാഹരണമായി പറയാം. ഇതാണ് പ്ലനേറിയ, ഫ്ലാറ്റ് വോം, പരന്ന വിര എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതാണ് പ്ലനേറിയ എന്ന് വിചാരിക്കുക. ഈ പ്ലനേറിയ ഞാൻ മുറിച്ചു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ മുറിഞ്ഞു പോയി എന്ന് വിചാരിക്കുക. അപ്പൊ മുറിഞ്ഞു പോയി. അപ്പൊ ഇതിനെന്ത് സംഭവിക്കറിയോ? ഇതിന് ബാക്കിയുള്ള ഭാഗം ഉണ്ടാവും, ഇതിന് ബാക്കിയുള്ള ഭാഗം ഉണ്ടാവും. ഒരു പ്ലനേറിയുടെ ഏതെങ്കിലും ഭാഗം നഷ്ടപ്പെട്ടു പോയാൽ ആ ലഭിച്ച ഭാഗത്ത് നിന്ന് നഷ്ടപ്പെട്ടു പോയ ഭാഗം ഉണ്ടാവും. ഉദാഹരണമായി പറയും, ഇതാണ് പ്ലനേറിയ വിചാരിക്കുക. ഇതിന് ഈ ഭാഗം, ഇതിന് ഏത് ഭാഗം നഷ്ടപ്പെട്ട്, ഈ പാനയ്ക്ക് ഏത് ഭാഗം നഷ്ടപ്പെട്ട്, ഈ ഭാഗം, ഇതിന് വീണ്ടും ഈ ഭാഗം ഉണ്ടാവുന്നു. ഇതിന് ഏത് ഭാഗം നഷ്ടപ്പെട്ട്, ഈ ഹെഡ് റീജൻ, ഇതിന് ഈ റീജൻ ഉണ്ടാവും ചെയ്യും. അപ്പൊ പ്ലനേറിയുടെ ഒക്കെ പ്രത്യേകത എന്താണ്? മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ അത് നഷ്ടപ്പെട്ടു പോയ ഭാഗം വീണ്ടും ഉണ്ടാവുന്നു. ദാറ്റ് പ്രോസസ് ഈസ് കാൾഡ് എന്തെന്ന് പറയുന്നത്? റീജനറേഷൻ എന്ന് പറയും. എന്ത് പറയുന്നത്? റീജനറേഷൻ എന്ന് പറയും. അപ്പൊ റീജനറേഷൻ കാണിക്കുന്ന ജീവി ഏതാ? പ്ലനേറിയ. പ്ലനേറിയ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം ഫ്ലാറ്റ് വോം എന്ന് വിളിക്കാം, പരന്ന വിര എന്ന് വിളിക്കാം. സോ അതിന് നഷ്ടപ്പെട്ടു പോയ ഭാഗം അതിന് വീണ്ടും ഉണ്ടാകും എന്നുള്ള കാര്യമാണ്. അതൊക്കെ എന്ത് റീപ്രൊഡക്ഷൻ ആണ് മക്കളെ? അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. ഇനി ഈ അസെക്ഷൽ സ്പോർ വഴി റീപ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഫംഗസുകൾ. ഫുഞ്ചി എന്നല്ല വായിക്കുക, അതെന്താണ്? ഫംഗൈ എന്നാണ് വായിക്കുക. അപ്പൊ ഫംഗസുകളൊക്കെ, ഫഞ്ചൈ എന്നൊക്കെ ചില ആൾക്കാർ പറയും, ഫുഞ്ചി എന്ന് വായിക്കരുത്. അപ്പൊ ഫംഗസുകളൊക്കെ ഏത് റീപ്രൊഡ്യൂസ് ചെയ്യുകയാണ്? അസെക്ഷൽ സ്പോർ. സാർ എന്താ ഈ അസെക്ഷൽ സ്പോറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബോട്ടണിയിൽ വ്യക്തമായിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ നമ്മൾ അത് ബോട്ടണിയിൽ പഠിക്കാം. അപ്പൊ തൽക്കാലം മനസ്സിലാക്കുക, ബഡ്ഡിംഗ് വഴി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഏതാ? ഈസ്റ്റ്, ഹൈഡ്ര. റീജനറേഷൻ വഴി പ്ലനേറിയ. പ്ലനേറിയക്ക് പ്രത്യേകത മുറിഞ്ഞു പോയ ഭാഗത്തിന് പകരം ആ ഏത് ഭാഗമാണോ നഷ്ടപ്പെട്ടു പോയ ആ ലോസ്റ്റ് പാർട്ടിന് പുതിയൊരു ഭാഗം അവിടെ റീജനറേറ്റ് ചെയ്ത് വരുന്നത്. ദാറ്റ് കൈൻഡ് ഓഫ് റീപ്രൊഡക്ഷൻ ഈസ് കാൾഡ് റീജനറേഷൻ എന്ന് പറയും. ഇങ്ങോട്ട് നോക്കൂ, അസെക്ഷൽ സ്പോർ വഴി ഏതാണ്? ഫംഗസുകൾ. ഇനി അടുത്ത മക്കളെ ഫ്രാഗ്മെന്റേഷൻ വഴി. ഫ്രാഗ്മെന്റേഷൻ വഴി റീപ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഫംഗസുകള്, ഫിലമെന്റസ് ആൽഗകള്, പ്രോട്ടോണീമ ഓഫ് മോസസിന്റെ പ്രോട്ടോണീമ, ഫിലമെന്റസ് ആൽഗകള്, ഫംഗസുകളൊക്കെ ഫ്രാഗ്മെന്റേഷൻ വഴി റീപ്രൊഡ്യൂസ് ചെയ്യണം. നമ്മളെ സ്പോഞ്ചുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, അതും ഫ്രാഗ്മെന്റേഷൻ വഴി റീപ്രൊഡ്യൂസ്. എന്താ ഫ്രാഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ? ഇതാണ് ഒരു ജീവി എന്ന് വിചാരിച്ചോ, ഇതിന്റെ ഒരു ഭാഗം മുറിഞ്ഞ് നിലത്തേക്ക് പോകുന്നു, അത് വീണ്ടും ഒരു ജീവിയായി മാറുന്നു. ദാറ്റ് കൈൻഡ് ഓഫ് റീപ്രൊഡക്ഷൻ ഈസ് കാൾഡ് ഫ്രാഗ്മെന്റ്. ഏറ്റവും ചുരുക്കിയിട്ടാണ്, മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെ മുറിഞ്ഞു പോവുക പിന്നെ അങ്ങനെയല്ല, മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഇത്രയും കാര്യം മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ എന്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്? റീപ്രൊഡക്ഷൻ രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ലിവിംഗ് ഓർഗാനിസത്തിന്. എന്താണ് റീപ്രൊഡക്ഷൻ എന്ന ഡെഫിനിഷൻ പഠിച്ചു. എന്തായിരുന്നു? ഇറ്റ് ഈസ് ദ പ്രൊഡക്ഷൻ ഓഫ് പ്രോജനി പോസസിംഗ് ഫീച്ചേഴ്സ് മോർ ഓർ ലെസ് സിമിലർ ടു ദാറ്റ് ഓഫ് പാരന്റ്. റീപ്രൊഡക്ഷൻ രണ്ട് ടൈപ്പ് ഉണ്ട്, സെക്ഷൽ ഉണ്ട്, അസെക്ഷൽ ഉണ്ട്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻവോൾവ് ടു പാരന്റ് ബൈ ദ പ്രൊഡക്ഷൻ ഓഫ് ഗാമീറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്ത് ഗാമീറ്റുകൾ ഫ്യൂസ് ഒക്കെ ചെയ്ത് ഡെവലപ്പ് ചെയ്യുന്ന പ്രോജനി. അങ്ങനെ ഉണ്ടാകുന്ന പ്രോജനീസിനെ വിളിക്കുക, അങ്ങനെ ആ റീപ്രൊഡക്ഷൻ വിളിക്കുന്ന പേരാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. Asexual reproduction involves a single parent. ആ സിംഗിൾ പാരന്റ് നിന്നാണ് ഉണ്ടാവുന്നത്. അത് ഇങ്ങനെയൊക്കെ
ആയിരിക്കും. ബഡിങ് വഴിയാണെങ്കിൽ അത് സെക്സ് റീപ്രൊഡക്ഷൻ. ബഡിങ്ങിന് എക്സാമ്പിൾ എടുക്കുക, ഈസ്റ്റും ഹൈഡ്രൊക്കെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് വഴിയാണ്? പിന്നെ ബഡിങ്. രണ്ടാമത്തെ റീജനറേഷൻ, പ്ലനേറിയ റീജനറേറ്റ് ചെയ്യുന്നത്. പ്ലനേറിയ ഒരു ജീവിയാണ്, കോമൺലി കാൾഡ് ഫ്ലാറ്റ് വർം. അത് റീപ്രൊഡ്യൂസ് ചെയ്യുന്ന റീജനറേഷൻ വഴിയാണ്. അസെക്ഷൽ സ്പോർ വഴി ഏതാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്ന? ഫംഗസ്. സ്പോറുകൾ വഴി റിലീസ് ചെയ്യുന്ന ആ സ്പോറുകൾ ഡെവലപ്പ് ചെയ്യുക. ഫ്രാഗ്മെന്റേഷൻ വഴി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഫംഗസുകൾ, ഫിലമെന്റസ് ആൽഗെ, പ്രോട്ടോനിമോഫോസസ്. അപ്പൊ ഫംഗസുകൾ സെക്ഷൽ സ്പോർ വഴി റീപ്രൊഡ്യൂസ് ചെയ്യും, ഫ്രാഗ്മെന്റേഷൻ വഴി റീപ്രൊഡ്യൂസ് ചെയ്യും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ? മനസ്സിലായി. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കുക. ശ്രദ്ധിച്ചു കേൾക്കുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. ഈ മക്കളെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. ഓക്കെ, റീപ്രൊഡക്ഷന്റെ നമുക്കറിയാം, നേരത്തെ പറഞ്ഞ സെയിം ഡയലോഗ് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. ഇൻ യൂണിസെല്ലുലാർ ഓർഗാനിസം, ഏകകോശ ജീവികളിൽ, അമീബ, പിന്നെ ബാക്ടീരിയ പോലുള്ള ജീവികളിൽ റീപ്രൊഡക്ഷൻ സമം ഗ്രോത്ത്. റീപ്രൊഡക്ഷൻ തന്നെയാണ് എന്തെന്ന് പറയുന്നത് ഗ്രോത്ത്. കുറച്ചും കൂടി ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ റീപ്രൊഡക്ഷൻ ഈസ് സിനോണിമസ് വിത്ത് ഗ്രോത്ത്. കാരണം എന്താണ്? ഗ്രോത്തിന്റെ ട്വിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെ നമ്മൾ പഠിച്ചു? ഇൻക്രീസ് ഇൻ മാസും ഇൻക്രീസ് ഇൻ നമ്പറും. അപ്പൊ ഇൻക്രീസ് ഇൻ നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഇങ്ങനെ കൂടാണ്. നമ്പർ ഇങ്ങനെ കൂടുക എന്നുള്ളതിന്റെ അർത്ഥം ഗ്രോത്ത് വെച്ച് പറയുമ്പോൾ ആ യൂണിസെല്ലുലാർ ഓർഗാനിസം വളരുകയാണ്. ആക്ച്വലി റീപ്രൊഡക്ഷൻ മെത്തേഡ് പറയുമ്പോൾ അവര് പ്രൊഡ്യൂസിങ് പ്രോജനി, അവരെന്താണ്? പ്രൊഡ്യൂസിങ് പ്രോജനി. അപ്പൊ മക്കളെ, റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് സിനോണിമസ് വിത്ത് ഗ്രോത്ത് എന്ന് പറയാനുള്ള കാരണം എന്താ പറയാ? ഗ്രോത്തിന്റെ ട്വിൻ പ്രോപ്പർട്ടീസിൽ ഒന്നാണ് ഇൻക്രീസ് ഇൻ നമ്പർ. അപ്പൊ ഇൻക്രീസ് ഇൻ നമ്പർ എന്നുള്ള ക്രൈറ്റീരിയ പരിഗണിക്കുമ്പോൾ അവരെന്താണ്? വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി എന്താ? റീപ്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പൊ യൂണിസെല്ലുലാർ ഓർഗാനിസമായ ബാക്ടീരിയയിലും അമീബയിലൊക്കെ റീപ്രൊഡക്ഷൻ ഈസ് സിനോണിമസ് വിത്ത് എന്ത്? ഗ്രോത്ത്. സിനോണിമസ് എന്നത് പര്യായമായിട്ട് ഉപയോഗിക്കുന്നു. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ ജീവനുള്ള ജീവികളും റീപ്രൊഡ്യൂസ് ചെയ്യോ? പ്രത്യുൽപാദനം നടത്തുമോ? ഇല്ല. റീപ്രൊഡ്യൂസ് പ്രൊഡക്ഷൻ കഴിയാത്ത, പ്രത്യുൽപാദനത്തിൽ കഴിയാത്ത ജീവികളുണ്ട്. ഈവൻ മനുഷ്യർ തന്നെയുണ്ട്. ചിലപ്പോൾ കല്യാണം കഴിച്ചു കഴിഞ്ഞ ഒരു ഭാര്യയും ഭർത്താവും വർഷങ്ങളുടെ പിന്നെ ദാമ്പത്യ ബന്ധത്തിലും ലൈംഗിക ബന്ധത്തിലും ഏർപ്പെട്ടിട്ടും അവർക്ക് കുഞ്ഞുങ്ങളില്ലെങ്കിൽ നമുക്ക് അവരെ വിളിക്കാം ഇൻഫെർട്ടൈൽ ഹ്യൂമൻ കപ്പിൾ എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? ഇൻഫെർട്ടൈൽ ഹ്യൂമൻ കപ്പിൾ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാര്. അവർക്ക് ജീവനുണ്ടോ? ജീവനില്ലേ? ഉണ്ട്. അവർക്ക് ജീവനുണ്ട്. അല്ല മക്കളെ, ജീവനുണ്ട്. പിന്നെ വേറൊരു കേസ് ഉണ്ട്, മ്യൂൾ എന്ന് പറയുന്ന കേസ്. മ്യൂൾ എന്ന് പറയുന്നത് കോവർ കഴുത എന്ന് പറയും. കോവർ കഴുത. ആ കോവർ കഴുതക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല. കോവർ കഴുതക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല. കോവർ കഴുത എങ്ങനെ ഉണ്ടായത് അറിയോ? രണ്ടുപേർ ചേർന്നിട്ടാണ്. മെയിൽ ഡോങ്കി ഫീമെയിൽ ഹോഴ്സിൽ, മെയിൽ ഡോങ്ങിയും ഫീമെയിൽ ഹോഴ്സും ബ്രീഡ് ചെയ്തിട്ടുണ്ടായതാണ് എന്തെന്ന് പറയുന്നത് മ്യൂൾ. പക്ഷെ മ്യൂൾ ഈസ് നോട്ട് ഫെർട്ടൈൽ. മ്യൂൾ ഫെർട്ടൈൽ അല്ല. ഫെർട്ടൈൽ അല്ല എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല. അവർക്ക് ജീവനുണ്ടോ? കോവർ കഴുതക്ക് ജീവൻ ഉണ്ടോ? ഉണ്ട്. ആ ഇൻഫെർട്ടൈൽ ഹ്യൂമൻ കപ്പിൾസിന് ജീവൻ ഉണ്ടോ? ഉണ്ട്. പിന്നെ നമ്മുടെ തേനീച്ച കൂടിനകത്ത് 3 പേരുണ്ടാവും. 1 രാജ്ഞി, 2 വർക്കർ ഹണീബി, 3 ഡ്രോൺ. ഇതില് ക്യൂൻ എന്ന് പറയുന്ന രാജ്ഞി കുഞ്ഞുങ്ങളുണ്ടാവും, ഡ്രോണിനും കുഞ്ഞുങ്ങളുണ്ടാവും. പക്ഷെ വർക്കർ ഹണീബി എന്താണ് മക്കളെ? HONEY. വർക്കർ ഹണീബിയുടെ പ്രത്യേകത എന്താ മക്കളെ? സ്റ്റെറൈലാണ്. അവന്മാർക്ക് കുഞ്ഞുങ്ങളുണ്ടാവില്ല. പക്ഷെ അവർക്ക് ജീവനില്ലേ? ഉണ്ട്. അപ്പൊ ജീവനുള്ള ജീവികളുടെ പ്രത്യേകതയാണ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. എന്നാൽ ജീവനുള്ള ജീവികളിൽ തന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ കഴിയാത്ത ജീവനുള്ള ജീവികൾ ഇല്ലേ? നല്ല രസമുണ്ട് അല്ലെ? ഒന്നുകൂടി പറയാം. ജീവനുള്ള ജീവിയുടെ പ്രത്യേകതയാണ് ഗ്രോത്ത്. ജീവനുള്ള ജീവിയുടെ പ്രത്യേകതയാണ് റീപ്രൊഡക്ഷൻ. അപ്പൊ എല്ലാ ജീവനുള്ള ജീവികളും റീപ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ജീവനുള്ള ജീവികളിൽ തന്നെ റീപ്രൊഡക്ഷന് കഴിവില്ലാത്ത ജീവികളില്ലേ? ഉണ്ട്. അപ്പൊ ജീവനുള്ള ജീവിയുടെ മാത്രം പ്രത്യേകതയാണോ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്? അല്ല. അപ്പൊ നമുക്ക് പറയാം റീപ്രൊഡക്ഷൻ ഈസ് നോട്ട് എ ഡിഫൈനിങ് പ്രോപ്പർട്ടി ഓഫ് എ ലിവിംഗ് ഓർഗാനിസം. നേരത്തെ പറഞ്ഞു ഗ്രോത്തിൽ എന്ന് പറഞ്ഞു എല്ലാ ജീവനുള്ള ജീവികളും വളരുന്നുണ്ട് എന്ന് പറഞ്ഞു ഇല്ലേ? പക്ഷെ ജീവനില്ലാത്ത ജീവികളും വളരുന്നില്ലേ? അപ്പൊ ഗ്രോത്ത് ഈസ് നോട്ട് എ ഡിഫൈനിങ് പ്രോപ്പർട്ടി ഓഫ് ലിവിംഗ് ഓർഗാനിസം. രണ്ടാമത്തത് എന്താണ്? പിന്നെ റീപ്രൊഡക്ഷൻ. എല്ലാ ജീവനുള്ള ജീവികളും റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ജീവനുള്ള ജീവികളിൽ തന്നെ പ്രത്യുൽപാദനത്തിന് കഴിവില്ലാത്ത ജീവികൾ ഇല്ലേ? ഏതൊക്കെ? ഇൻഫെർട്ടൈൽ ഹ്യൂമൻ കപ്പിള്, മ്യൂള്, സ്റ്റെറൈൽ വർക്കർ ഹണീബി. അപ്പൊ ഇറ്റ് ഈസ് നോട്ട് റീപ്രൊഡക്ഷൻ നമുക്ക് പറയാം ഇറ്റ് ഈസ് നോട്ട് എ ഡിഫൈനിങ് ഫീച്ചർ ഓഫ് എ ലിവിംഗ് ഓർഗാനിസം എന്ന് പറയാം. അപ്പൊ 2 പഠിച്ചു. അതൊക്കെ ഗ്രോത്ത് പഠിച്ചു, റീപ്രൊഡക്ഷൻ പഠിച്ചു. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കും. അടുത്ത ടോപ്പിക് ഏതാണെന്നറിയോ? മെറ്റബോളിസം എന്ന് പറയുന്നത്. ചയാപചയ പ്രവർത്തനങ്ങൾ എന്നൊക്കെ പറയാറുണ്ട്. ദ ടോട്ടൽ കെമിക്കൽ റിയാക്ഷൻസ് ടേക്കിംഗ് പ്ലേസ് ഇൻ എ ലിവിംഗ് ഓർഗാനിസം. ടോട്ടൽ ആകെ കെമിക്കൽ റിയാക്ഷൻ രാസപ്രക്രിയകൾ ടേക്കിംഗ് പ്ലേസ് ഇൻ എ ലിവിംഗ് ഓർഗാനിസം. ഒരു ജീവനുള്ള ജീവിയിൽ നടക്കുന്ന രാസപ്രക്രിയകളെ വിളിക്കുന്ന പേരാണ് മക്കളെ എന്തെന്ന് പറയുന്നത്? മെറ്റബോളിസം. സോ മെറ്റബോളിസം ഈസ് ടേക്കിംഗ് പ്ലേസ് ഓൺലി ഇൻ ലിവിംഗ് ഓർഗാനിസം. ഒരു നോൺ ലിവിംഗ് ഓർഗാനിസവും എന്ത് കാണിക്കുന്നില്ല? മെറ്റബോളിസം കാണിക്കുന്നില്ല.
മനസ്സിലായല്ലോ. റീപ്രൊഡക്ഷന് ഒരു പ്രത്യേകത ഉണ്ട്. എല്ലാ ജീവനുള്ള ജീവികളും റീപ്രൊഡക്ഷൻ കാണിക്കോ? ഇല്ല. ജീവനുള്ള ജീവികളിൽ തന്നെ റീപ്രൊഡക്ഷൻ ചെയ്യാത്ത, റീപ്രൊഡക്ഷന് കഴിയില്ലാത്ത കുഞ്ഞുങ്ങളുണ്ട്, ആൾക്കാരുണ്ട് അല്ലെ. നോൺ ലിവിങ് ഓർഗാനിസം ഷോസ് റീപ്രൊഡക്ഷൻ. ജീവനില്ലാത്ത ജീവികൾ എന്ത് കാണിക്കില്ല? റീപ്രൊഡക്ഷൻ കാണിക്കില്ല. ഒന്ന് കഴിഞ്ഞിട്ട് ഇതിലേക്ക് കിടക്കാം അല്ലെ. അപ്പൊ ഗ്രോത്ത് പഠിച്ചു. എല്ലാ ജീവനുള്ള ജീവികളും വളരുന്നുണ്ട്, ജീവനില്ലാത്ത ജീവികളും വളരുന്നുണ്ട്. ജീവനില്ലാത്ത ജീവികൾ വളരുന്നുണ്ട് എന്നുള്ളത് ഏത് ക്രൈറ്റീരിയ വെച്ചിട്ടാണ്? ഇൻക്രീസ് ഇൻ മാസ് എന്നുള്ള ട്വിൻ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിയിട്ടാണ്. റീപ്രൊഡക്ഷനിൽ എല്ലാ ജീവനുള്ള ജീവികളും വളരുന്നുണ്ട്, എന്നാൽ ജീവനുള്ള ജീവികളിൽ തന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടാക്കാൻ കഴിയാത്ത ജീവികളുണ്ട്. ജീവനില്ലാത്ത ജീവികൾ റീപ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്ന കാര്യം പഠിച്ചു കഴിഞ്ഞു. അടുത്തതാണ് മെറ്റബോളിസം. ഒരു ജീവനുള്ള ജീവികളിൽ നടക്കുന്ന മൊത്തം രാസപ്രക്രിയകളെ വിളിക്കുന്ന പേരാ മെറ്റബോളിസം. നമ്മുടെ ശരീരത്തിൽ ധാരാളം കെമിക്കൽസ് ഉണ്ട് ഇല്ലേ? നമ്മുടെ സ്റ്റാർച്ച്, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, അങ്ങനെ ധാരാളം കെമിക്കൽസ് നമ്മുടെ ശരീരത്തിലുണ്ട്. The total chemical reaction, the sum total of chemical reaction taking place in a living organism is called metabolism. ജീവനുള്ള ജീവിയിൽ നടക്കുന്ന മൊത്തം രാസപ്രക്രിയകളെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? മെറ്റബോളിസം എന്ന് പറയുന്നത്. ജീവനില്ലാത്ത ജീവികൾ ഇത് കാണിക്കുന്നേ ഇല്ല. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ the sum total of ആകത്തുക, sum total of all chemical reaction occurring in our body, നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന മൊത്തം കെമിക്കൽ റിയാക്ഷൻ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? മെറ്റബോളിസം. നോൺ ലിവിംഗ് ഓബ്ജക്ട്, ജീവനില്ലാത്ത വസ്തുക്കൾ do not show metabolism. അത് എന്ത് കാണിക്കുന്നില്ല? മെറ്റബോളിസം കാണിക്കുന്നില്ല എന്ന് മനസ്സിലായി. ശ്രദ്ധിക്കേണ്ട നമുക്ക് ഈ മെറ്റബോളിസം, ഈ ഒരു കെമിക്കൽ റിയാക്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒരു സെൽ ഫ്രീ സിസ്റ്റത്തിൽ കാണിക്കാൻ കഴിയും. മനസ്സിലായില്ലല്ലോ? ഇല്ലല്ലോ? ഇല്ല. മെറ്റബോളിക് റിയാക്ഷൻസ് ക്യാൻ ബി ഡെമോൺസ്ട്രേറ്റഡ് ഇൻ സെൽ ഫ്രീ സിസ്റ്റം എന്ന് പറഞ്ഞാൽ, ഈ മെറ്റബോളിക് റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ടോട്ടൽ കെമിക്കൽ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ എ ലിവിംഗ് ഓർഗാനിസം ഈസ് കോൾഡ് മെറ്റബോളിക് റിയാക്ഷൻ. ഈ മെറ്റബോളിക് റിയാക്ഷൻ ഒക്കെ എവിടെ വെച്ചാണ് നടക്കുന്നത്? നമ്മുടെ കോശങ്ങളിൽ വെച്ചാണ് നടക്കുന്നത്. സെൽ ഫ്രീ സിസ്റ്റം എന്ന് പറഞ്ഞാൽ സെല്ലിൽ അല്ലാത്തത്, അതായത് ഔട്ട്സൈഡ് ദ ബോഡി. ഔട്ട്സൈഡ് ദ ബോഡിക്ക് നമുക്ക് മറ്റൊരു വാക്ക് ഉപയോഗിക്കാം, ഇൻവിട്രോ എന്നുള്ള പദം ഉപയോഗിക്കാം. അപ്പൊ ഈ മനുഷ്യ ശരീരത്തിൽ നടക്കുന്ന, അല്ലെങ്കിൽ വേണ്ട ജീവനുള്ള ജീവിയുടെ ശരീരത്തിൽ നടക്കുന്ന ഈ കെമിക്കൽ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് മക്കളെ എന്ത് എന്ന് പറയുന്നത്? മെറ്റബോളിസം എന്ന് പറയുന്നത്. ഈ മെറ്റബോളിസം ജീവനില്ലാത്ത ജീവികൾ കാണിക്കുന്നില്ല എന്നുള്ള പദവും ഞാൻ പറഞ്ഞു ഇല്ലേ? റീപ്രൊഡക്ഷനും ജീവനില്ലാത്ത ജീവികൾ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ജീവനില്ലാത്ത ജീവികൾ റീപ്രൊഡക്ഷനും കാണിക്കുന്നില്ല, മെറ്റബോളിസം കാണിക്കുന്നില്ല. സോ ജീവനുള്ള ജീവികളിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? മെറ്റബോളിസം എന്ന് പറയുന്നത്. ഈ മെറ്റബോളിസം നമുക്ക് ഔട്ട്സൈഡ് എ ലിവിംഗ് സിസ്റ്റം, ജീവനില്ലാത്ത ഒരു സ്ഥലത്ത് നമുക്ക് കാണിക്കാൻ കഴിയും. ഉദാഹരണമായി പറയാം മക്കളെ, ലബോറട്ടറിയിൽ, ഒരു ലബോറട്ടറിയിൽ ജീവനുള്ള ജീവിയിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ നമുക്ക് കാണിക്കാൻ കഴിയും. അപ്പൊ ഔട്ട്സൈഡ് ഉള്ള ബോഡി എന്നുള്ളതിന് ഞാനൊരു പദം പറയാണ് ഇൻവിട്രോ, സെൽ ഫ്രീ സിസ്റ്റം. സെല്ലില് ഞാൻ പറഞ്ഞു മെറ്റബോളിസം ഒക്കെ നടക്കുന്നത് വിത്തിൻ ദ ബോഡി ആണ്, സെല്ലിനകത്തൊക്കെ ആയിരിക്കും. അപ്പൊ സെല്ലിലല്ലാത്ത സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് ദ ബോഡി. കവി ഉദ്ദേശിച്ചത് എന്താണ്? ഇൻവിട്രോ എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് ദ ബോഡി നമുക്ക് കാണിക്കാൻ കഴിയും. സോ ദിസ് മെറ്റബോളിക് റിയാക്ഷൻ ക്യാൻ ബി ഡെമോൺസ്ട്രേറ്റഡ് ഇൻ സെൽ ഫ്രീ സിസ്റ്റം. ഈ മെറ്റബോളിക് റിയാക്ഷൻ വി കൻ ഡെമോൺസ്ട്രേറ്റഡ് ഔട്ട്സൈഡ് എ ലിവിംഗ് സിസ്റ്റം. ഒരു ജീവനില്ലാത്ത ജീവിയിൽ, ഒരു ജീവനില്ലാത്തതിനകത്ത് നമുക്ക് ഇത് കാണിക്കാൻ കഴിയും. what we call as cell free system, അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഇൻവിട്രോ. അപ്പൊ ഈ മനുഷ്യ ശരീരത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ ജീവനുള്ള ജീവിൽ നടക്കുന്ന റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് മെറ്റബോളിക് റിയാക്ഷൻ. മെറ്റബോളിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? സം ടോട്ടൽ ഓഫ് കെമിക്കൽ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ അവർ ബോഡി ഈസ് കോൾഡ് മെറ്റബോളിസം. നോൺ ലിവിംഗ് ഓബ്ജക്ട് ഷോസ് മെറ്റബോളിസം. ജീവനില്ലാത്ത ജീവികൾ എന്ത് കാണിക്കുന്നില്ല? മെറ്റബോളിസം കാണിക്കുന്നില്ല എന്ന് മനസ്സിലായി. നോൺ ലിവിംഗ് ഓബ്ജക്ട് ഡു നോട്ട് ഷോ മെറ്റബോളിസം. നമുക്കറിയാം നോൺ ലിവിംഗ് ഓബ്ജക്ട് ഡു നോട്ട് ഷോ മെറ്റബോളിസം. ഈ മെറ്റബോളിക് റിയാക്ഷൻ നമുക്ക് എന്ത് കാണിക്കാം? ഈ മെറ്റബോളിക് റിയാക്ഷൻ നമുക്ക് സെൽ ഫ്രീ സിസ്റ്റത്തിൽ കാണിക്കാൻ കഴിയും. സെൽ ഫ്രീ സിസ്റ്റം എന്ന് ഉദ്ദേശിച്ചത് ഔട്ട്സൈഡ് ദ ബോഡി, ഒരു ലാബിനകത്തോ ഒരു ടെസ്റ്റ് ട്യൂബിനകത്തോ നമുക്ക് ഈ ജീവനുള്ള ജീവിയുടെ ശരീരത്തിൽ നടക്കുന്ന റിയാക്ഷൻ നമുക്കിത് കാണിക്കാൻ കഴിയും. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. മെറ്റബോളിക് റിയാക്ഷൻ ക്യാൻ ബി ഡെമോൺസ്ട്രേറ്റഡ് ഇൻ സെൽ ഫ്രീ സിസ്റ്റം. ഒരു സെൽ ഫ്രീ സിസ്റ്റം, അതായത് ഒരു ഇൻവിട്രോ മീൻസ് ഔട്ട്സൈഡ് ദ ബോഡി. വിത്തിൻ ദ ബോഡി നടക്കുന്ന കെമിക്കൽ റിയാക്ഷനെ വിളിക്കുന്ന പേരാണല്ലോ മെറ്റബോളിസം. ഈ മെറ്റബോളിസത്തെ, ഈ മനുഷ്യർക്ക് നടക്കുന്ന അല്ലെങ്കിൽ ജീവനുള്ള ജീവിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷനെ നമുക്കൊരു സെൽ ഫ്രീ സിസ്റ്റത്തിൽ എന്ത് ചെയ്യാൻ കഴിയും? ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ കഴിയും. ആ സെൽ ഫ്രീ സിസ്റ്റത്തിൽ നമുക്ക് മറ്റൊരു പദം ഉപയോഗിക്കാം, ഇൻവിട്രോ എന്നുള്ള പദം. അപ്പൊ അതായത് ടെസ്റ്റ് ട്യൂബൊക്കെ ഉദ്ദേശിച്ച് ഈ ജീവിയിൽ നടക്കുന്ന റിയാക്ഷനെ നമുക്ക് ടെസ്റ്റ് ട്യൂബിൽ കാണിക്കാൻ കഴിയും.
പക്ഷെ ഇതെന്താണ്, ഒരു നോൺ ലിവിങ് തിങ് ആണ്. പക്ഷെ ഇവിടെ നടക്കുന്ന റിയാക്ഷൻ എന്താണ്, ലിവിങ് റിയാക്ഷൻ ആണ്. സോ ഇത് പിന്നെ ഒരു മെറ്റബോളിസം ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ എന്താണ്, ജീവനുള്ള ജീവിയിൽ നടക്കുന്ന മൊത്തം കെമിക്കൽ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് മെറ്റബോളിസം. ഒന്നുകൂടി പറയാം, ദ സം ടോട്ടൽ ഓഫ് കെമിക്കൽ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ എ ലിവിങ് ഓർഗാനിസം ഈസ് കാൾഡ്, അല്ലെങ്കിൽ ലിവിങ് ബോഡി ഈസ് കാൾഡ് എന്തെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻ അവർ ബോഡി ഈസ് കാൾഡ് മെറ്റബോളിസം. നോൺ ലിവിങ് ഒബ്ജക്ട് ഡു നോട്ട് ഷോ മെറ്റബോളിസം. We can demonstrate this metabolism outside the body, that what we call as cell-free system. Cell-free system നാത്ത് കാണിക്കാം. Cell-free system എന്ന് ഉദ്ദേശിച്ച് നമ്മുടെ ബോഡി അല്ലാത്ത ടെസ്റ്റ് ട്യൂബിനകത്തോ വേറെ ഏതെങ്കിലും എക്യുപ്മെന്റോ നമുക്ക് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന റിയാക്ഷൻ അവിടെ നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ കഴിയും. What we call is cell-free system. മറ്റൊരു പേരെന്താ, in vitro. In vitro means outside the body, നമുക്ക് കാണിക്കാൻ കഴിയും. നമ്മുടെ ശരീരത്തിനകത്താണെങ്കിൽ നമുക്ക് വിളിക്കാം ഇൻ വിവോ എന്ന് വിളിക്കാം. ഇൻ വിവോ. വിത്തിൻ ദ ബോഡി ആണെങ്കിൽ ഇൻ വിവോ എന്ന് വിളിക്കാം. ഔട്ട്സൈഡ് ദ ബോഡി ആണെങ്കിൽ എന്ത് വിളിക്കാം, ഇൻ വിട്രോ എന്നുള്ള പദം ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ ഈ റിയാക്ഷൻ, ഈ ടെസ്റ്റ് ട്യൂബിൽ നടക്കുന്ന റിയാക്ഷൻ എന്താണ്, അതൊരു ലിവിങ് റിയാക്ഷൻ തന്നെയാണ്. പക്ഷെ ഇത് നടക്കുന്നത് എവിടെയാണ്, ഔട്ട്സൈഡ് ദ ബോഡിയാണ്. ഇത് എന്തല്ല, ലിവിങ് തിങ് അല്ല. സോ ദിസ് ഈസ് നോട്ട് എ ലിവിങ് തിങ്, ബട്ട് ഇറ്റ് ഈസ് എ ലിവിങ് റിയാക്ഷൻ. സോ എപ്പോഴും മനസ്സിലാക്കുക, മെറ്റബോളിസം ഈസ് ഓൺലി ടേക്കിംഗ് പ്ലേസ് ഇൻ ലിവിങ് ഓർഗാനിസം. മെറ്റബോളിസം ജീവനുള്ള ജീവിയിൽ മാത്രമേ നടക്കുള്ളൂ, വിത്തൗട്ട് എനി എക്സെപ്ഷൻ. ഒരു എക്സെപ്ഷനും ഇല്ലാതെ, ഒരു എക്സെപ്ഷനും ഇല്ലാതെ ജീവനുള്ള ജീവിയിൽ മാത്രം നടക്കുന്ന ഒരു റിയാക്ഷൻ ആണ് ഏതെന്ന് പറയുന്ന മെറ്റബോളിസം. സോ വാട്ട് വി കാൾ മെറ്റബോളിസം is a defining property of a living organism without any exception. ഒരു BGM ഒക്കെ ഇട്ടിട്ട് പറയാം അല്ലേ, ഒന്നുകൂടി പറയാം. So metabolism is a defining property of a living organism without any exception. മനസ്സിലായല്ലോ? അപ്പൊ ഏതൊക്കെ പഠിച്ചു മക്കളെ? 3 കാര്യങ്ങൾ പഠിച്ചു. ഗ്രോത്ത് പഠിച്ചു, റീപ്രൊഡക്ഷൻ പഠിച്ചു, മെറ്റബോളിസം പഠിച്ചു. ഇനി 4ാമത്തേലേക്ക് കടക്കാം, സെല്ലുലാർ ഓർഗനൈസേഷൻ. ധാരാളം ജീവികളുണ്ട്. ഏകകോശ ജീവികളുണ്ട്, ബഹുകോശ ജീവികളുണ്ട്. ഇംഗ്ലീഷിൽ പറയും യൂണിസെല്ലുലാർ ഓർഗാനിസം. അവന്മാരെന്താണ്, മേഡപ്പ് ഓഫ് എ സിംഗിൾ സെൽ. അതിന്റെ എല്ലാ യൂണിസെല്ലുലാർ ഓർഗാനിസത്തിന് എക്സാമ്പിൾ പഠിച്ചില്ലേ, അമീബയൊക്കെ. ഈ അമീബയുടെ എല്ലാ ആക്ടിവിറ്റീസും ആ ഒരൊറ്റ സെല്ലാണ് നിർവഹിക്കുന്നത്. മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ഉണ്ട്. ദേ ആർ മേഡ് അപ്പ് ഓഫ് മോർ ദാൻ വൺ സെൽ. ഒന്നിലധികം കോശങ്ങൾ കൊണ്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് വിളിക്കാൻ വേണ്ടത് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. നമ്മളൊക്കെ ഇതിൽ വരുന്നതാണ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. അപ്പൊ യൂണിസെല്ലുലാർ ഓർഗാനിസം ആയിക്കൊള്ളട്ടെ, മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആയിക്കോട്ടെ, ഇവന്മാരെല്ലാവരും ഉണ്ടാക്കിയത് എന്തുകൊണ്ടാണ്, സെല്ലുകൾ കൊണ്ടാണ്. ജീവനില്ലാത്ത ജീവികളിൽ ഈ സെല്ലുലാർ ഓർഗനൈസേഷൻ ഇല്ല. അപ്പൊ ജീവനുള്ള ജീവിയിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകതയാണ് എന്തെന്ന് പറയുന്നത്, സെല്ലുലാർ ഓർഗനൈസേഷൻ. സോ സെല്ലുലാർ ഓർഗനൈസേഷൻ ഈസ് കൺസിഡർഡ് ആസ് എ ഡിഫൈനിങ് പ്രോപ്പർട്ടി ഓഫ് ലിവിങ് ഓർഗാനിസം. ജീവനുള്ള ജീവിയുടെ മാത്രം പ്രത്യേകതയാണ് എന്തെന്ന് പറയുന്നത്, സെല്ലുലാർ ഓർഗനൈസേഷൻ. ഒന്ന് നോക്കാം. സോ നമുക്കറിയാം യൂണിസെല്ലുലാർ ഓർഗാനിസം ഉണ്ട്, മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ഉണ്ട്. All unicellular or multicellular organisms are made up of one or more cell. അപ്പോൾ എല്ലാ ഏകകോശ ജീവികളും ബഹുകോശ ജീവികളും ഉണ്ടാക്കിയത് ഒന്നെങ്കിൽ ഒരു കോശം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ധാരാളം കോശം. ഒരു കോശമാണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം, യൂണിസെല്ലുലാർ. ഒന്നിലധികം കോശമാണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം, മൾട്ടി സെല്ലുലാർ. സോ വി ആർ ഡിസ്കസിംഗ് അബൌട്ട് സെല്ലുലാർ ലെവൽ ഓഫ് സെല്ലുലാർ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഏത് ജീവി എടുത്തു കഴിഞ്ഞാൽ, ജീവനുള്ള ജീവി എടുത്തു കഴിഞ്ഞാലും മേഡപ്പ് ഓഫ് സെല്ലുകൾ ചേർന്നിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് എ ഡിഫൈനിങ് പ്രോപ്പർട്ടി ഓഫ് ലിവിങ് ഓർഗാനിസം. ഇനി അഡീഷണൽ ആയിട്ട് ചില കാര്യങ്ങൾ കൂടി പറയട്ടെ. അപ്പോ സെൽ എന്ന് പറയുന്ന കാര്യങ്ങൾ, കോശങ്ങൾ. ഈ കോശങ്ങൾ കൂടി ചേർന്നിട്ടാണ് മക്കളെ ടിഷ്യൂസ് ഉണ്ടാവുന്നത്. ടിഷ്യൂസിന്റെ മലയാളമാണ് കലകൾ എന്ന് പറയും. എന്താണ് ടിഷ്യൂസ് എന്ന് ചോദിച്ചാൽ പറയാം, ഗ്രൂപ്പ് ഓഫ് സെൽസ് പെർഫോമിംഗ് സെയിം ഫംഗ്ഷൻ. നിങ്ങൾ +1 ആയതുകൊണ്ട് ഏറ്റവും സിമ്പിൾ ഡെഫിനേഷൻ മതി. ഗ്രൂപ്പ് ഓഫ് സെൽ പെർഫോമിംഗ് സെയിം ഫംഗ്ഷൻ. ഒരേ ധർമ്മം നിർവഹിക്കുന്ന കോശങ്ങളുടെ കൂട്ടത്തെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ടിഷ്യൂസ്. ആ ടിഷ്യൂസ്, ആ കോശങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഫംഗ്ഷൻ മാത്രമേ നിർവഹിക്കേണ്ടാവുള്ളൂ. ഒരു ഉദാഹരണമായി പറയാം, ആനിമൽ ടിഷ്യൂസ്. സെല്ലുകൾ കൂടി ചേർന്നിട്ട് എന്തുണ്ടാവുന്നത്, ടിഷ്യൂസ് ഉണ്ടാവുന്നത്. ടിഷ്യൂസിന്റെ മലയാളം എന്താ, കലകൾ എന്ന് പറയും. കലകൾ എന്ന് പറയും. ടിഷ്യൂസിന്റെ ഡെഫിനിഷൻ എന്താ, ഏറ്റവും സിമ്പിൾ ഡെഫിനിഷൻ ആട്ടോ പറയുന്നത്, ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് സെൽ പെർഫോമിംഗ് സെയിം ഫംഗ്ഷൻ. ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്ന കോശങ്ങളുടെ കൂട്ടത്തെ വിളിക്കുന്ന പേരാ ടിഷ്യൂസ്. ആ ടിഷ്യൂസിന് ആ ധർമ്മം മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ടിഷ്യൂസിന് ആ ധർമ്മം മാത്രം, ആ ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ. ഉദാഹരണമായി പറയാം, ആനിമൽ ടിഷ്യൂസ്, ജന്തു കലകൾ 4 ടൈപ്പ് ഉണ്ട്. എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, മസ്കുലാർ ടിഷ്യൂ. ആദ്യത്തെ ടിഷ്യൂവിന്റെ പേരെന്താ, എപ്പിത്തീലിയൽ ടിഷ്യൂ. അതുണ്ടാക്കിയത് കുറെ കോശങ്ങൾ ചേർന്നിട്ടാണ്, അല്ലെ, സെല്ലുകൾ കൂടി ചേർന്നിട്ട് എന്തുണ്ടാവുന്നത്, ടിഷ്യൂസ് ഉണ്ടാകുന്നത്. ആ എപ്പിത്തീലിയൽ ടിഷ്യൂവിന്റെ മലയാളം എന്താണെന്ന് അറിയോ, ആവരണ കല എന്ന് പറയും. ആ എപ്പിത്തീലിയൽ ടിഷ്യൂവിന്റെ പ്രധാനപ്പെട്ട പണി ശരീരത്തെ കവർ ചെയ്ത് സംരക്ഷിക്കുക എന്നാണ്. കവറിംഗ് ആൻഡ് ലൈനിങ് ഓഫ് ബോഡി പാർട്സ്.
അവന്മാർ അത് മാത്രമേ ചെയ്യുള്ളൂ. തൽക്കാലം അത്ര മനസ്സിലാക്കുക, ബാക്കി ഡീറ്റെയിൽ നമ്മൾ പിന്നെ പറയാം. അപ്പൊ ടിഷ്യൂസ്, അപ്പൊ എപ്പിത്തൽ ടിഷ്യൂസിന്റെ പണി എന്താണ്? കവറിംഗ് ആൻഡ് ലൈനിങ് ഓഫ് ബോഡി പാർട്ട്. കണക്റ്റീവ് ടിഷ്യൂസിന് വേറെ ഫംഗ്ഷൻ ഉണ്ട്. മസ്കുലാർ ടിഷ്യൂ അതിന്റെ ഫംഗ്ഷൻ ലോക്കോമോഷൻ, മൂവ്മെന്റിനൊക്കെ സഹായിക്കുന്നത്, ബോഡി പാർട്സ് ഒക്കെ മൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഇത് മസ്കുലാർ ടിഷ്യൂ. ന്യൂറൽ ടിഷ്യൂസിന്റെ ഫംഗ്ഷൻ എന്താ? ഇമ്പൾസ്, ആവേഗങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യാൻ. അപ്പൊ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാക്കിയിരിക്കുന്നത് ധാരാളം കോശങ്ങൾ ചേർന്നിട്ടാണ്. ഇറ്റ് ഹാസ് ടു പെർഫോം എ സെയിം ഫംഗ്ഷൻ. അവന്മാർക്ക് എല്ലാവർക്കും ഒരു ഫംഗ്ഷൻ ആയിരിക്കും. സോ ഗ്രൂപ്പ് ഓഫ് സെൽ പെർഫോമിംഗ് സെയിം ഫംഗ്ഷൻ ഈസ് കോൾഡ് ടിഷ്യൂസ്. അപ്പൊ സെല്ലുകൾ കൂടി ചേർന്നിട്ട് എന്തായി? ടിഷ്യൂസ് ആയി മാറും. ചില ജീവികളിൽ സെല്ലുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ, ചില ജീവികളിൽ സെല്ലുകൾ കുടിച്ചത് ടിഷ്യൂസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ ലെവലിൽ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയും. ടിഷ്യൂസുകൾ മാത്രം ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ചില ജീവികളിൽ ടിഷ്യൂസ് കൂടി ചേർന്നിട്ട് ഓർഗൻസ് ആയി മാറിണ്ടാവും. ഓർഗൻസ് എന്ന് പറഞ്ഞാൽ അവയവം. ചില ജീവികളിൽ ഓർഗൻസ് കൂടി ചേർന്ന്, രണ്ട് പ്രാവശ്യം ഓർഗനൈസ്. ചില ജീവികളിൽ ഓർഗൻസ് കൂടി ചേർന്നിട്ട് ഓർഗൻ സിസ്റ്റം, അവയവ വ്യവസ്ഥ ഉണ്ടായി. ഈ ഓർഗൻ സിസ്റ്റം കൂടിയിട്ടാണ് മക്കളെ നമ്മളൊരു ജീവനുള്ള ജീവി ഓർഗാനിസം ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഈ ഫ്ലോ ചാർട്ട് ഒന്ന് മനസ്സിൽ വെക്കുക, ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പൊ സെല്ലുകൾ കൂടി ചേർന്നിട്ടാണ് ടിഷ്യൂസ് ഉണ്ടാകുന്നത്. ടിഷ്യൂസ് ആർ ഗ്രൂപ്പ് ഓഫ് സെൽ പെർഫോമിംഗ് സെയിം ഫംഗ്ഷൻ. ടിഷ്യൂസ് കൂടി ചേർന്നിട്ടാണ് ഓർഗൻസ് ഉണ്ടാകുന്നത്. ഓർഗൻസ് കൂടി ചേർന്നാണ് ഓർഗൻ സിസ്റ്റം ഉണ്ടാകുന്നത്. ഓർഗൻ സിസ്റ്റം, കുറെ ഓർഗൻ സിസ്റ്റം കൂടി ചേർന്നാൽ എന്തായി മാറി? ഓർഗാനിസമായി മാറി, ഒരു ജീവനുള്ള ജീവി. നമുക്കറിയാം ധാരാളം ഓർഗൻ സിസ്റ്റം നമ്മുടെ ശരീരത്തിലുണ്ട്. മലയാളത്തിൽ പറയാം അവയവ വ്യവസ്ഥ, വിസർജന വ്യവസ്ഥ, അങ്ങനെ ഓരോ വ്യവസ്ഥകളുണ്ട് അല്ലെ. ഉദാഹരണമായി പറയാം, വിസർജന വ്യവസ്ഥ, എക്സ്ക്രീറ്ററി സിസ്റ്റം, അതുണ്ടാക്കി എന്തുകൊണ്ടാണ്? കുറെ അവയവങ്ങൾ ചെന്നിട്ട്. അപ്പൊ ഓർഗൻസ് കൂടി ചെന്നിട്ട് എന്തുണ്ടാവുന്നത്? ഓർഗൻ സിസ്റ്റം ഉണ്ടാവുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? സെല്ലുലാർ ഓർഗനൈസേഷൻ. ഇറ്റ് ഈസ് എ ഡിഫൈനിങ് പ്രോപ്പർട്ടി ഓഫ് ലിവിംഗ് ഓർഗാനിസം. ഏത് യൂണിസെല്ലുലാർ ഓർഗാനിസം ആയിക്കൊള്ളട്ടെ, മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആയിക്കൊള്ളട്ടെ, ഇവന്മാരൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ത് ചേർന്നിട്ടാ? വൺ ഓർ മോർ സെൽസ് ചേർന്നിട്ടാ. പിന്നെ എല്ലാ ജീവികളും ഉണ്ടാക്കി എന്തുകൊണ്ടാണ്? സെല്ലുകൾ ചേർന്നിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പൊ സെല്ലുകൾ കൂടി ചേർന്നിട്ട് എന്തുണ്ടാവുന്നു? ടിഷ്യൂസ് ഉണ്ടാവുന്നു. ടിഷ്യൂസ് കൂടി ചേർന്നിട്ടാണ് ഓർഗൻസ് ഉണ്ടാകുന്നത്. ഓർഗൻസ് കൂടി ചേർന്നിട്ട് ഓർഗൻ സിസ്റ്റം ഉണ്ടാകുന്നത്. ധാരാളം ഓർഗൻ സിസ്റ്റങ്ങൾ കൂടി ചേർന്നാൽ എന്തായി മാറി? ഓർഗാനിസമായി മാറി. മനസ്സിലായല്ലോ? അപ്പൊ 4 കാര്യങ്ങൾ കഴിഞ്ഞു അല്ലെ. 4 ഏതൊക്കെയാണ്? ഗ്രോത്ത് പഠിച്ചു, റീപ്രൊഡക്ഷൻ പഠിച്ചു, മെറ്റബോളിസം പഠിച്ചു. 4ാമത്തത് ഏതാണ്? സെല്ലുലാർ ഓർഗനൈസേഷൻ പഠിച്ചു. ഇനി അടുത്തത് 5ാമത്തതാണ് കോൺഷ്യസ്നസ് എന്ന് പറയുന്നത്. ബോധം എന്ന് പറയും. ബോധം എന്ന് പറയും. അപ്പൊ എന്താണ് ഈ കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ പാരന്റ്സ് ഒക്കെ നമ്മളോട് പറയുന്നത്, എനിക്കൊന്നൊരു ബോധമില്ലടോ എന്ന് പറയും. ബോധമില്ലെങ്കിൽ അവനൊരു ജീവനുള്ള ജീവിയല്ല എന്നാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പറയുന്നത്. ബോധമുണ്ടെങ്കിലേ ജീവനുള്ള ജീവിയാവുള്ളൂ. ജീവനുള്ള ജീവിയുടെ മാത്രം പ്രത്യേകതയാണ് കോൺഷ്യസ്നസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളോടൊക്കെ പാരന്റ്സ് പറയും, എനിക്ക് ബോധമില്ലേ എന്നൊക്കെ പറയും. ചിലപ്പോ അടുക്കളയിൽ എന്ത് ചെയ്യും, നമ്മുടെ ഗ്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിൽ നിന്ന് തട്ടി വീണ് പൊട്ടിപ്പോവും. അപ്പൊ അമ്മ പറയും, നിനക്കൊന്നും ബോധമല്ലേ? അപ്പം നിങ്ങൾ എന്താ പറയേണ്ടത്? ബോധമുണ്ട്, ബിക്കോസ് ഐ ആം എ ലിവിങ് ഓർഗാനിസം എന്ന് പറയും അല്ലെ. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? അമ്മയുടെ കയ്യിൽ നിന്നാണ് പൊട്ടിച്ചതെങ്കിൽ അമ്മ പറയും അതറിയാതെ വീണതാറി അല്ലെ. അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. ഓക്കെ, എനിവേ ബാക്ക് മക്കളെ, കോൺഷ്യസ്നെസ്സിലേക്ക് പോകാം. ലിവിങ് ഓർഗാനിസംസ്, ജീവനുള്ള ജീവികൾ, സെൻസ് ദെയർ സറൗണ്ടിങ്, അവരുടെ സറൗണ്ടിങ്സിന് അവർക്ക് സെൻസ് ചെയ്യാൻ കഴിയും, അവർക്ക് അറിയാൻ കഴിയും, സെൻസ് ചെയ്യാൻ കഴിയും. റെസ്പോണ്ട് ടു സ്റ്റിമുലൈ, അവർക്ക് ഉദ്ദീപനത്തിനനുസരിച്ച് പ്രതികരിക്കാൻ കഴിയും. ആ ഉദ്ദീപനം ഫിസിക്കൽ ആകാം, കെമിക്കൽ ആകാം, ബയോളജിക്കൽ ആകാം. അപ്പൊ കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞാൽ ബോധമുള്ളവനാണ്. ആര്? ജീവനുള്ള ജീവികൾ എന്തുള്ളതാണ്? ബോധമുള്ളതാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു തോന്നലുണ്ടാവട്ടെ മക്കളെ, ഇതൊക്കെ സിമ്പിൾ അല്ലേ സർ, പക്ഷെ എക്സാമിന്റെ സമയത്ത് കത്തിയടിക്കാൻ പറ്റില്ല. പെർഫെക്റ്റ് ആൻസർ ഉണ്ടെങ്കിൽ മാത്രമേ സ്കോർ കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ജീവനുള്ള ജീവികൾ ആർ സെൻസ് ദെയർ സറൗണ്ടിങ്, അവർക്ക് ചുറ്റുമുള്ള എൻവയോൺമെന്റ് അല്ലെങ്കിൽ സറൗണ്ടിങ്സ് സെൻസ് ചെയ്യാൻ കഴിയും. ഉദാഹരണമായി പറയുമ്പോൾ, ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എനിക്കറിയാം എന്റെ ചുറ്റും എന്താണ്, എന്റെ മുന്നിൽ ക്യാമറയുള്ളത്, ഞാൻ പറയുന്നത് പിന്നെ നിങ്ങൾ കേൾക്കുന്നുണ്ട്. ഈ സൈഡിൽ എന്റെ ഇതുണ്ട്, ഈ സൈഡിൽ എന്റെ ബാഗ് ഉണ്ട്, ഇത് ഷെൽഫാണ്, ഞാൻ എവിടെയാണ് നിൽക്കുന്നത്, ഒരു റൂമിലാണ് നിൽക്കുന്നത്, ഒക്കെ എനിക്ക് ബോധമുണ്ട്. ബിക്കോസ് ഐ ആം എ ലിവിങ് ഓർഗാനിസം. അപ്പൊ എനിക്ക് സെൻസ് ചെയ്യാൻ കഴിയും. റെസ്പോൺസ് ടു സ്റ്റിമുലൈ, ആ ജീവനുള്ള ജീവി എന്ത് ചെയ്യും? സ്റ്റിമുലസിനെ റെസ്പോണ്ട് ചെയ്യുന്നു, പ്രതികരിക്കുന്നു. സ്റ്റിമുലസ് ആണ് എന്താ? ഉദ്ദീപനം എന്ന് പറയും. ഉദ്ദീപനം എന്ന് പറയും. എക്സാമ്പിൾ, ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ, ഏതൊരു സ്റ്റിമുലസ് വന്നാലും നമ്മൾ എന്ത് ചെയ്യും? റെസ്പോണ്ട് ചെയ്യും. അത് പ്രോകാരിയോട്ട് മുതൽ യൂകാരിയോട്ട് വരെയുള്ള ജീവികൾ അങ്ങനെയാണ് മക്കളെ. ഒരു സ്റ്റിമുലസ് വന്ന് പ്രതികരിക്കും. ഇപ്പൊ ഞാനൊരു യൂകാരിയോട്ടാണല്ലോ, ഞാനൊരു യൂകാരിയോട്ടാണ്. അപ്പോ ഉദാഹരണമായി പറയാം, എന്റെ കണ്ണിലേക്ക് എന്തെങ്കിലും വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? കണ്ണടക്കും. ഇറ്റ് ഈസ് എ റിഫ്ലക്സ് ആക്ഷൻ, ബട്ട് ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് റെസ്പോൺസ്. അതൊരു പ്രതികരണമാണ് അല്ലെ. ഞാനൊരു ചൂടുള്ള വസ്തു കൈ തട്ടുമ്പോൾ കൈ വലിക്കാനുള്ള കാരണം എന്താ? എന്റെ ശരീരം പ്രതികരിച്ചു, ബിക്കോസ് ഞാനൊരു ജീവനുള്ള ജീവിയാണ് എന്ന് മനസ്സിലാക്കാം അല്ലെ. നല്ല തണുപ്പ് കാലത്ത് ഉറങ്ങുന്നത് എങ്ങനെയാണ്?
തണുപ്പ് കാലത്ത് ഉറങ്ങുന്നത് എങ്ങനെയാണ്? മൂടി പുതച്ചിട്ട് ആകെ ഒരു ബോൾ പോലെ കിടക്കും. എന്തിനു വേണ്ടിയാ? ബോഡി ടെമ്പറേച്ചർ അധികം നഷ്ടപ്പെടാതിരിക്കാൻ. അപ്പൊ തണുപ്പില്ലാതെ ചൂട് കിട്ടും അല്ലെ? ചൂട് കാലത്ത് എങ്ങനെ ഉറങ്ങുന്നത്? ഇല്ല, സ്പേസ് മുഴുവൻ വേണ്ടി വരും. എന്തിന്? ബെഡിൽ. അതൊക്കെ എന്താണ്? ചുറ്റുമുള്ള എൻവയോൺമെന്റിനനുസരിച്ച്, സ്റ്റിമുലസിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്? പ്രതികരിക്കുകയാണ്. എന്തുകൊണ്ട് നമ്മൾ പ്രതികരിക്കാൻ? കാരണം നിങ്ങളൊക്കെ ആരാണ്? ജീവനുള്ള ജീവികളാണ്, കോൺഷ്യസ്നെസ് ഉള്ള ജീവികളാണ് നിങ്ങളൊക്കെ. മനസ്സിലായല്ലോ? അപ്പൊ ലിവിങ് ഓർഗാനിസംസ് ആർ അവെയർ ഓഫ് ദർ സറൗണ്ടിങ്. ജീവനുള്ള ജീവികളെല്ലാം സറൗണ്ടിങ്സ്, ചുറ്റുപാടിനെ കുറിച്ച് അവെയർ ഉള്ള ആൾക്കാരാണ്. ദേ ആർ സെൻസ് ദർ സറൗണ്ടിങ്സ് എല്ലാവരും അവർ സെൻസ് ചെയ്യുന്നു. ഒന്ന് ആലോചിച്ച് നോക്കും മക്കളെ, നമ്മളിങ്ങനെ റോഡിലൂടെ നടന്നു പോകുമ്പോൾ നമ്മൾ കണ്ണ് ചിമ്മിയിട്ടാണ് നടക്കുക, അല്ലെ നമുക്കൊരു ബോധമുണ്ട് നമ്മൾ റോഡിലൂടെയാണ്, വണ്ടി ഇടിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു വണ്ടി ഹോൺ അടിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി എന്തോ ഒരു വണ്ടി വരുന്നുണ്ട്, മാറി നിൽക്കണം. വി ക്യാൻ റെസ്പോണ്ട് ടു ദ സ്റ്റിമുലസ്. നമുക്ക് സ്റ്റിമുലസിനെ റെസ്പോണ്ട് ചെയ്യാൻ. അപ്പൊ ഏതൊരു ജീവിയായാലും, പ്രോകാരിയോട്ട് ആയാലും യൂകാരിയോട്ട് ആയാലും ഒക്കെ അവർ റെസ്പോണ്ട് ടു സ്റ്റിമുലസ്. ഈ പ്രോകാരിയോട്ട് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ളത് വേറൊരു കേസാണ്. അത് നമ്മൾ സെക്കൻഡ് ഇയറിലൊക്കെ പഠിക്കും. അവ പ്രോകാരിയോട്ട് നിൽക്കുന്ന ചുറ്റുപാടിനനുസരിച്ചാണ് അവന്മാർ മാറ്റത്തിന് വിധേയമാകുന്നത്. നമുക്ക് പഠിക്കണം. തൽക്കാലം മനസ്സിലാക്കുക, പ്രോകാരിയോട്ട് മുതൽ യൂകാരിയോട്ട് വരെ റെസ്പോൺസ് ടു സ്റ്റിമുലസ് എന്ന് പറയും. ഉദാഹരണമായി പറയാം, മനുഷ്യൻസ് എങ്ങനെയാണ് മക്കളെ ഈ സെൻസ് ചെയ്യുന്നത്? സറൗണ്ടിങ്സ് ഒക്കെ എങ്ങനെയാണ് സെൻസ് ചെയ്യുന്നത്? ത്രൂ ദർ സെൻസറി ഓർഗൻ, ജ്ഞാനേന്ദ്രിയം ഉപയോഗിച്ചോടെ. ഏതൊക്കെയാണ് 5 ജ്ഞാനേന്ദ്രിയങ്ങൾ? കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. കണ്ണുകൾ കൊണ്ട് കാണുന്നു. അപ്പൊ നമ്മൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ടോ? ആദ്യം വലത്തോട്ട് ഇങ്ങനെ നോക്കും റോഡ് ക്രോസ് ചെയ്യാൻ. അപ്പൊ ഒരു വണ്ടി വരുന്നുണ്ട്. അപ്പൊ മനസ്സിലായി ഞാൻ ഈ റോഡ് ക്രോസ് ചെയ്യുമ്പോഴേക്ക് ആ വണ്ടി എന്നെ ഇടിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് വരെ നമ്മുടെ തലച്ചോറ് കാൽക്കുലേറ്റ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ റോഡ് ക്രോസ് ചെയ്യാം. ആ വണ്ടി അങ്ങ് ദൂരെയാണ് ആ വണ്ടി എങ്കിൽ നമ്മൾ പറയും ആ വണ്ടിയുടെ സ്പീഡ് ഏകദേശം ഇത്രയാണ്, ഞാൻ റോഡ് ക്രോസ് കഴിഞ്ഞിട്ടായിരിക്കും അത് പോകാനുള്ള സാധ്യത, അതുകൊണ്ട് എന്നെ ഇടിക്കാനുള്ള സാധ്യതയില്ല, അതുകൊണ്ട് എനിക്ക് റോഡ് ക്രോസ് ചെയ്യാം എന്നതിൽ. അപ്പൊ നമ്മളെല്ലാവരും ഈ ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ട് പെട്ടെന്ന് ഒരു ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ ആ ഭാഗത്തേക്ക് തിരിയും അല്ലെ? ചെവി, മൂക്ക്, സ്മെല്ല്, ഏത് കാര്യത്തിലും നമ്മൾ എന്ത് ചെയ്യും? റെസ്പോണ്ട് ചെയ്യുന്നു. ഹ്യൂമൻ ബീങ് സെൻസ് ദർ യൂസിങ് ദർ സെൻസറി ഓർഗൻസ്. അപ്പൊ പ്ലാന്റ്സും സെൻസ് ചെയ്യാറുണ്ട്. പ്ലാന്റ്സ് റെസ്പോണ്ട് ടു സ്റ്റിമുലസ്. ഉദാഹരണമായി പറയാം, പ്രകാശമുള്ള സ്ഥലത്തേക്ക് ചെടികൾ ഇങ്ങനെ വളഞ്ഞു പോകുന്നു. ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് റെസ്പോൺസ് അല്ലെ? അടുത്തത്, വെള്ളമുള്ള സ്ഥലത്തേക്ക് വേരുകൾ പോകുന്നു. ടെമ്പറേച്ചർ അനുസരിച്ച് ലീഫുകൾ കൊഴിഞ്ഞു പോകുന്നു. പൊല്യൂട്ടനുസരിച്ച് മാറ്റങ്ങൾ വരുന്നു, ചെടികളിൽ മാറ്റം വരുന്നു. സോ ഇതൊക്കെ എന്തൊരു എക്സാമ്പിൾ? അപ്പൊ പ്ലാന്റ്സും ഹ്യൂമൻസിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. മനുഷ്യന് സെൻസറി ഓർഗൻ വെച്ച് സെൻസ് ചെയ്തനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് അല്ലെ? ഇനി ചില ജീവികളുണ്ട്. മനുഷ്യന്റെ കേസ് പറഞ്ഞു, പ്ലാന്റ്സിന്റെ കേസ് പറഞ്ഞു. ചില ജീവികളുണ്ട്. ആ ജീവികളുടെ പ്രത്യേകത, അവര് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്, പ്രത്യുൽപാദനം നടത്തുന്നത്, ബ്രീഡ് ചെയ്യുന്നത് ഒരു വർഷത്തിലെ പ്രത്യേക സീസണിൽ മാത്രമാണ്. അവർ വിളിക്കുന്ന പേര് സീസണൽ ബ്രീഡേഴ്സ് എന്ന് വിളിക്കും. ഡോഗ്, പിന്നെ നമ്മുടെ ഹോഴ്സ്, ഷീപ്പ്, അവന്മാരൊക്കെ സീസണൽ ബ്രീഡേഴ്സ് ആണ്. പ്രത്യേക ഒരു വർഷത്തിൽ പ്രത്യേക പീരീഡിൽ മാത്രമാണ് അവന്മാർ ബ്രീഡ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ദിവസത്തിന്റെ കാലയളവ്, പ്രകാശ ലൈറ്റ് പീരീഡിനനുസരിച്ച് അത് അതിന്റെ റീപ്രൊഡക്ഷനെ ബാധിക്കാറുണ്ട്. നോക്കൂ, ഫോട്ടോ പീരീഡ് എന്നാണ് പറയുക, ഡ്യൂറേഷൻ ഓഫ് ദ ലൈറ്റ്. ഫോട്ടോ പീരീഡ്, പ്രകാശത്തിൽ ചില ദിവസങ്ങൾ കണ്ടിട്ടുണ്ടാവും രാവിലെ പ്രകാശം നന്നായി കൂടും. അതായത് ഒരു ദിവസത്തിൽ ധാരാളം സൂര്യപ്രകാശം കിട്ടുന്ന ദിവസങ്ങളുണ്ടാവും, സൂര്യപ്രകാശം കുറഞ്ഞ ദിവസങ്ങളുണ്ടാവും. ഇതൊക്കെ ആരെ ബാധിക്കുന്നതാണ്? ഈ സീസണൽ ബ്രീഡേഴ്സിനെ ബാധിക്കുന്നതാണ്. വിട്ടുപോയ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, കോൺഷ്യസ്നെസ് തന്നെ. Human being is the only organism having self-consciousness. സെൽഫ്-കോൺഷ്യസ്നെസ്സിന്റെ മലയാളം എന്താണ് പറയുക മക്കളെ? സ്വബോധം. അപ്പൊ സ്വബോധമുള്ള ഏക വ്യക്തി, ജീവി എന്ന് പറയുന്നത് ആരാണ്? ഹ്യൂമൻ ബീങ്സ് ആണ്, മനുഷ്യനാണ്. അപ്പൊ മനുഷ്യൻ അറിയാം താൻ എവിടെയാണ് നിൽക്കുന്നത്, അതിനനുസരിച്ചായിരിക്കും അയാൾ എന്ത് ചെയ്യുക? ബിഹേവ് ചെയ്യുക, അത് കാണിക്കുക. ഇപ്പൊ ഒരു ഷോപ്പിൽ പോകുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ കാണിക്കുന്ന അതേ ക്യാരക്ടർ അവിടെ കാണിക്കുവോ? ഇല്ല. വീട്ടിൽ ഇരിക്കുന്ന പോലെ നമ്മൾ മറ്റൊരു സ്ഥലത്ത് പോയാൽ നമ്മൾ ഇരിക്കുവോ? ഇല്ല. വീട്ടിലിരിക്കുന്ന പോലെ കിടക്കുക, നടക്കുക, പുതച്ചുമൂടി ഉറങ്ങുക, അതേപോലെ നമ്മൾ അത് സ്കൂളിൽ കാണിക്കുവോ? ഇല്ല. കാരണം എന്താണ്? വി ആർ അവെയർ ഓഫ് ദ സറൗണ്ടിങ്സ് ബിക്കോസ് വി ഹാവ് സെൽഫ് കോൺഷ്യസ്നസ്. നമുക്ക് എന്തുണ്ട്? സ്വബോധം. സോ ദ ഓൺലി ഓർഗാനിസം ഹാവിങ് സെൽഫ് കോൺഷ്യസ്നസ് എന്നുള്ളത് ഏതാണ്? ഹ്യൂമൻ ബീങ് എന്നുള്ള കാര്യം എപ്പോഴും ഓർക്കുക മക്കളെ. ഇനിയുള്ളത് ഡിഫൈനിങ് ദ ലിവിങ് സിസ്റ്റം ഓഫ് ഹ്യൂമൻ ബീങ്. ഒരു മനുഷ്യന്റെ ലിവിങ് സ്റ്റേറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു എക്സ്പ്ലെയിൻ ലിവിങ് സ്റ്റേറ്റ് ഓഫ് എ ഹ്യൂമൻ ബീങ്. ഒരു മനുഷ്യന് ജീവനുണ്ടോ ജീവനില്ലെന്ന് നോക്കാൻ ചില സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചില സമയങ്ങളിൽ, എപ്പോഴല്ല. ഇപ്പൊ എനിക്ക് ജീവനുണ്ടോ ചോദിച്ചാൽ എനിക്ക് ജീവനുണ്ട്, എനിക്ക് തന്നെ പറയാൻ കഴിയും. കാരണം ഞാൻ റെസ്പോണ്ട് ചെയ്തു ആ ക്വസ്റ്റ്യൻ, ബിക്കോസ് എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്.
അപ്പോൾ ചില സമയങ്ങളിൽ ഹ്യൂമൻ ബീങ്സിന്റെ ലിവിങ് സ്റ്റേറ്റ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയുന്നില്ല. ഉദാഹരണം പറയട്ടെ മക്കളെ, ഒരു കോമ സ്റ്റേജിലുള്ള പേഷ്യന്റ്. കോമ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അയാളുടെ ബ്രെയിൻ ഡെഡ് ആയി പോയി, ബ്രെയിൻ ഡെത്ത് സംഭവിച്ച ഒരു വ്യക്തി. അപ്പോൾ അയാളുടെ എല്ലാ ബാക്കിയുള്ള അവയവങ്ങളും ഹാർട്ടും ലങ്സും ഒക്കെ വർക്ക് ചെയ്യുന്നത് മെഷീനറി ഉപയോഗിച്ചുകൊണ്ടാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, വെന്റിലേറ്റർ അല്ലെങ്കിൽ ഹാർട്ട് ലൈൻ മെഷീൻ ഉപയോഗിച്ചുകൊണ്ടാണ് അയാളുടെ പിന്നെ എല്ലാ അതർ ഓർഗൻസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു വ്യക്തി അയാളുടെ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു, അയാൾക്ക് റെസ്പോണ്ട് ചെയ്യാൻ കഴിയില്ല, പ്രതികരണ ശേഷിയൊന്നുമില്ല, അയാളുടെ ബാക്കിയുള്ള ഓർഗൻസ് മൊത്തം വർക്ക് ചെയ്യുന്നത് മെഷീനറി സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ്. അയാൾ ഏത് സ്റ്റേജിലാണ്? കോമ സ്റ്റേജിലാണ്. അപ്പൊ നമുക്ക് എന്താ പറയാൻ കഴിയുക? അയാൾ ലിവിങ് ആണോ നോൺ ലിവിങ് ആണോ? അപ്പൊ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിപ്പോയി. അപ്പൊ മനുഷ്യന്റെ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഡിഫൈൻ ദ ലിവിങ് സ്റ്റേറ്റ് ഓഫ് ഹ്യൂമൻ ബീങ് ഇൻ സർട്ടൻ ഡേ. ചില സമയങ്ങളിൽ നമുക്ക് മനുഷ്യന്റെ ലിവിങ് സ്റ്റേറ്റ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്താണ്? ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കോമ സ്റ്റേജിൽ അദ്ദേഹത്തിന് ഓർഗൻസിനെ സപ്പോർട്ട് ചെയ്യുന്നത് മറ്റുള്ള മെഷീനറി സിസ്റ്റം ആയാൽ അയാൾക്ക് അയാൾ കോമ സ്റ്റേജിലാണ്, സ്റ്റിമുലസിനൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ പറയും അയാൾ ലിവിങ് ആണോ നോൺ ലിവിങ് ആണോ നമ്മൾ ഹൈലി കൺഫ്യൂസ്ഡ് ആയി പോകും. ചില ആൾക്കാർ പറയും ലിവിങ്, കാരണം ചില രാസപ്രക്രിയകൾ നടക്കുന്നില്ല, സ്റ്റിമുലസ് മെറ്റബോളിസം നടക്കുന്നില്ലേ, അപ്പൊ ലിവിങ് അല്ലേ എന്ന് ചോദിക്കും. ചില ആൾക്കാർ പറയും സ്റ്റിമുലസ് റെസ്പോണ്ട് ചെയ്യുന്നില്ലല്ലോ, അപ്പൊ അദ്ദേഹം ഡെഡ് അല്ലേ എന്ന് പറയും. നമുക്ക് വേണമെങ്കിൽ പറയാം ലിവിങ്ങും അല്ല നോൺ ലിവിങ്ങും അല്ല. അങ്ങനത്തെ കൺഫ്യൂസ്ഡ് സ്റ്റേജിലായിരിക്കും അതിനകത്ത് നമ്മൾ എത്തിച്ചേരുക എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി അടുത്തത് എന്താണ് ഒരു ലിവിങ് ഓർഗാനിസം എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ചുരുക്കിയ ഡെഫിനിഷൻ ആണ്. ലിവിങ് ഓർഗാനിസംസ് ആർ സെൽഫ് റെപ്ലിക്കേഷന് കഴിവുള്ള, ഇവോൾവ് ചെയ്യുവാൻ കഴിയുന്ന, സെൽഫ് റെഗുലേറ്റിന് കഴിയുന്നുള്ള ഒരു ഇന്ററാക്റ്റീവ് സിസ്റ്റമാണ്. അവന്മാരുടെ പ്രത്യേകത എന്താണ്? എക്സ്റ്റേണൽ സ്റ്റിമുലസിന് റെസ്പോണ്ട് ചെയ്യാൻ കഴിയും. അപ്പൊ ലിവിങ് ഓർഗാനിസത്തിന്റെ പ്രത്യേകത എന്താണ്? ലിവിങ് ഓർഗാനിസംസ് ആർ സെൽഫ് റെപ്ലിക്കേറ്റിംഗ്, evolving, self-regulating interactive system ആണ്, capable of responding to external stimuli. External stimuli respond ചെയ്യുവാൻ കഴിയുന്ന, സെൽഫ് റെപ്ലിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന, ഇവോൾവ് ചെയ്യാൻ കഴിയുന്ന, സെൽഫ് റെഗുലേറ്റ് ചെയ്യുന്ന ഇന്ററാക്റ്റീവ് സിസ്റ്റം ആണ് ആരെന്ന് പറയുന്നത്? ജീവനുള്ള ജീവികൾ എന്ന് പറയുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക. അപ്പൊ എന്തൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ധാരാളം കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ആരാ സെൽഫ് അവയർനെസ് ഉള്ള ഏക ജീവി ഏതാണ് മക്കളെ? ഹ്യൂമൻ ബീങ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഈ വീഡിയോ ലെസണിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? എന്താണ് ലൈഫ്? ലൈഫ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് എ ലിവിങ് ഓർഗാനിസം. ലിവിങ് ആണോ നോൺ ലിവിങ് ആണോ എന്ന് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുവാൻ കഴിയുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ലൈഫ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലിവിങ് ഓർഗാനിസം പഠിച്ചു. ഏതൊക്കെ? ഗ്രോത്ത് പഠിച്ചു, റീപ്രൊഡക്ഷൻ പഠിച്ചു, മെറ്റബോളിസം പഠിച്ചു, സെല്ലുലാർ ഓർഗനൈസേഷൻ പഠിച്ചു, കോൺഷ്യസ്നെസ് പഠിച്ചു അല്ലെ. ഗ്രോത്ത് എന്താണ്? ഗ്രോത്ത് ഈസ് നോട്ട് എ ഡിഫൈനിങ് പ്രോപ്പർട്ടി ഓഫ് ലിവിങ് ഓർഗാനിസം. എന്തുകൊണ്ടാണ്? ഗ്രോത്ത് ലിവിങ്ങിലുണ്ട്, നോൺ ലിവിങ്ങിലുണ്ട്. ഏതൊക്കെയാണ് ട്വിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലിവിങ് ഓർഗാനിസം? ഇൻക്രീസ് ഇൻ നമ്പർ, ഇൻക്രീസ് ഇൻ മാസ്. റീപ്രൊഡക്ഷൻ പഠിച്ചു. റീപ്രൊഡക്ഷൻ എന്താണെന്നുള്ള കാര്യങ്ങൾ പഠിച്ചു. പക്ഷേ റീപ്രൊഡക്ഷൻ മീൻസ് നോട്ട് എ ഡിഫൈനിങ് ക്യാരക്ടർ ഓഫ് ലിവിങ് ഓർഗാനിസം. കാരണം എന്താണ്? ജീവനുള്ള ജീവികളിൽ തന്നെ പ്രത്യുൽപാദനത്തിന് കഴിവില്ലാത്ത ജീവികളുണ്ട്. മൂന്നാമത്തത് എന്ത് പഠിച്ചു? മെറ്റബോളിസം പഠിച്ചു. എല്ലാ ജീവികളിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ ആണ് മെറ്റബോളിക് റിയാക്ഷൻ എന്ന് പറയുന്നു. ഇറ്റ് ഈസ് എ ഡിഫൈനിങ് പ്രോപ്പർട്ടി ഓഫ് ലിവിങ് ഓർഗാനിസം. സെല്ലുലാർ ഓർഗനൈസേഷൻ ഡിഫൈനിങ് പ്രോപ്പർട്ടി ഓഫ് ലിവിങ് ഓർഗാനിസം ആണ്. അതേപോലെ കോൺഷ്യസ്നെസ്സും ഡിഫൈനിങ് പ്രോപ്പർട്ടി ഓഫ് ലിവിങ് ഓർഗാനിസം ആണ്. ഓക്കെ, ഇതോടുകൂടി NV ബയോളജി ക്ലാസ്സസിന്റെ ഈ വീഡിയോ ലെസൺ അവസാനിച്ചിരിക്കുകയാണ്. ഈ വീഡിയോ ലെസൺ നമ്മൾ എടുത്തോണ്ടിരിക്കുന്ന ചാപ്റ്റർ ഏതായിരുന്നു? +1 സുവോളജിയിലെ 1ാമത്തെ ചാപ്റ്റർ ആയിരുന്നു. ചാപ്റ്ററിന്റെ പേരെന്തായിരുന്നു? മറന്നുപോയോ? ലിവിങ് വേൾഡ് എന്ന് പറയുന്ന രസകരമായിട്ടുള്ള ചാപ്റ്റർ ആണ്. കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഇൻജെക്ടിങ് ദീസ് ഇൻഫർമേഷൻ ഇൻ ടു യുവർ ബ്രെയിൻ. തലച്ചോറിനകത്ത് ഈ ഇൻഫർമേഷൻ കുത്തിക്കയറ്റുവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നന്നായിട്ട് മനസ്സിലാവും. ഈ ചാപ്റ്ററിന്റെ പ്രിന്റഡ് നോട്ട് PDF ആയിട്ട് ഈ ചാനലിന്റെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നതാണ്. ഓക്കെ, ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ NV's ബയോളജി ക്ലാസ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ബെലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുതിയൊരു വീഡിയോ ലെസൺ ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് മൊബൈലിൽ വരുന്നതാണ്. വേഗം തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ്, പഠിക്കാവുന്നതാണ്, മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പൊ ഈ ചാപ്റ്ററിന് ആകെ 1 മാർക്കിനെ വരുന്നുള്ളൂ. പക്ഷെ ഓരോ മാർക്കും വിലപ്പെട്ടതാണ്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ലെസൺ ഇതിന്റെ 2ാം ഭാഗമായി കാണുന്നതുവരെ ടേക്ക് കെയർ, ബൈ.